വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. Our Lord God helped us to gather together in His mighty name. നാളുകൾ കൊണ്ട് ദൈവസഭ ഒരു കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. Many months ago, the Church of God prayed for a gathering and a convention. എന്ന് അത് ചെയ്യണമെന്നും ആരെ അത് വിളിക്കണമെന്നും ഒരു ചോദ്യമായിരുന്നു. We thought about who we should invite for the convention. എന്നാൽ ദൈവത്തിന്റെ ഗൈഡൻസ് അനുസരിച്ച് പ്രിയ കർത്താവിദാസനുമായി സംസാരിക്കുവാനും അതൊരു ദൈവ നിയോഗം മനസ്സിലാക്കുവാനും ഹല്ലേലൂയ ഇങ്ങനെ ഒരു ക്രമീകരണത്തിലേക്ക് വന്നെത്തുവാനും സ്വർഗ്ഗത്തിൽ ദൈവം ഇടയാക്കി തീർത്തു. Under the guidance of the Holy Spirit, we had a conversation with Pastor Samachan and we decided to invite him to this convention. നമ്മുടെ മധ്യത്തിൽ ഹല്ലേലൂയ ശ്രേഷ്ഠതയേറിയ ദൈവദാസൻ കുടുംബമായി ഉള്ളത് നമുക്കൊരു അനുഗ്രഹമായി ഞാൻ 100% വിശ്വസിക്കുന്നു. സ്റ്റോക്ക്ഹോം പട്ടണത്തിന് ഇതൊരു വിടുതൽ ദിവസമായിരിക്കും. This convention is not just a blessing for our church but for the blessing of this town. ഈ പട്ടണത്തിനകത്ത് ചിലത് ആരംഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I strongly believe that God started working in this town. ഹല്ലേലൂയ ഈ പ്രത്യേക കൺവെൻഷനുമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഉള്ളിൽ തന്ന ഒരു വചനം മാത്രം ഞാനൊന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവവേദനേ, ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ ശക്തി, ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ പ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന കർത്താവിനെ സ്തുതിച്ചാട്ടെ. For those who believe that the strong hand of the Lord will work upon us, let us worship God together. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സമയമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ലിമിറ്റഡ് ആയിട്ടുള്ള സമയമേ ഉള്ളൂ. 8:45 നമ്മളെല്ലാം അവസാനിപ്പിച്ച് പുറത്തു പോകുവാൻ ആഗ്രഹിക്കുന്നു. We have very limited time today. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ കർത്താവിന്റെ ദാസന്മാരെയും ഹല്ലേലൂയ എന്ന സ്നേഹവന്ദനം അറിയിക്കുന്നു. I greet every pastors, every brothers in the name of Jesus Christ. പാസ്റ്റർ ബിജു ചെറിയാൻ, പാസ്റ്റർ ജെയിംസ് കോശി, പാസ്റ്റർ ഫിലിപ്പ് വർഗീസ് ഇവരുടെ കുടുംബമായിട്ട് നമ്മുടെ മധ്യത്തിലായിരിക്കുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം ഇടയാക്കി അവരോട് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം ഇടയാക്കി വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അവരെ ഹാർദവമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. I welcome all the pastors' families and all the brothers and sisters in the name of Jesus Christ. ദൈവത്തിന്റെ അഭിഷേകത്തോടെ ഇവിടെ കൊയർ സംബന്ധിച്ച പ്രിയപ്പെട്ടവരെ ഞാൻ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അവനെ സ്വാഗതം ചെയ്യുന്നു. For those who led us in worship under the anointing of the Holy Spirit, I welcome them. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. റേഡിയോയിലൂടെ മറ്റുള്ള മാധ്യമങ്ങളിലൂടെ ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് അറിഞ്ഞു വന്നവരുണ്ട്. ഞങ്ങൾ നേരിട്ട് എന്ന് വിളിച്ചപ്പോൾ വരാമെന്ന് സമ്മതം പ്രകടിപ്പിച്ചവരുണ്ട്. അങ്ങനെ പലര് ഇന്ന് രാത്രിക്കാലം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരെയും വേഗം വരുവാനായി ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. For those who have come by seeing the advertisement in the newspaper or by phone call, all of you are welcome here. പ്രിയ കർത്താവിനദാസനെ ഏറ്റവും പ്രധാനമായിട്ട് ഈ യോഗത്തിന് കടന്നു വന്ന പ്രിയപ്പെട്ട കർത്താവിനദാസൻ, ലോകരാജ്യങ്ങളിൽ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം പ്രസംഗിക്കുന്ന കർത്താവിനദാസൻ, അതിശക്തിയോട് ഉപയോഗിക്കപ്പെടുന്ന കർത്താവിനദാസൻ ഈ സഭയിൽ ഈ ദേശത്ത് കടന്നു വരുവാൻ കർത്താവ് ഹല്ലേലൂയ അദ്ദേഹത്തെ അയച്ചല്ലോ. അതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അവരെ കുടുംബമായി ഞങ്ങൾ ഇതിനകത്തേക്ക് ഈ ശുശ്രൂഷയിലേക്ക് ഈ യോഗത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. The mighty anointed man of God is here. And I thank God for his presence and we pray that the Lord will work through him. എനിക്ക് കർത്താവിനദാസനോട് വളരെ നന്ദിയും കടപ്പാടുമുണ്ട്. കാരണം എൻ്റെ മാതാവ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെടാതെ ഇരുന്നൊരു കാലത്ത് ആമേൻ പ്രിയ കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷയിൽ വിടുവിക്കപ്പെടുകയും ആമേൻ സത്യ ദൈവത്തിന്റെ വചനം തിരിച്ചറിയുകയും ആമേൻ പ്രിയ കർത്താവിന്റെ ദാസന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുകയും ചെയ്തു. അതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നന്ദി ഞാൻ ഈ സമയം ആ കർത്താവിന്റെ ദാസനോട് അറിയിക്കുന്നു. I am much obliged to the man of God because my mother came to know the Lord and she took the water baptism through him. ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യാൻ പോകുന്നെന്ന് വിശ്വസിക്കുന്ന ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിച്ചാട്ടെ. You believe that the Lord is going to do mighty things today? Please worship him and praise him. ആമേൻ. ഇവിടെ കടന്നു വന്ന എല്ലാവരെയും ആമേൻ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഇമ്മാനുവേൽ സഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ ഹാർദവമായി സഭയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. I welcome each and every one in the name of Jesus Christ. തുടർന്നുള്ള സമയം ഹല്ലേലൂയ കർത്താവിന്റെ ദാസന് മൈക്കിൽ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെ നമ്മുടെ മധ്യത്തിലേക്ക് അയച്ച സർവശക്തനായ കർത്താവിനെ കരങ്ങൾ അടിച്ച് എല്ലാവരും സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ തന്നെ. Praise the Lord. ഇന്ന് രാത്രിയില് നിങ്ങളുടെ നടുവിലായിരിക്കുന്നതിൽ അതീവ സന്തോഷമുണ്ട്. I'm very happy that I'm able to make myself present in your midst tonight. എന്നെ ഈ സഭയിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പ്രവീണിനോടും കുടുംബത്തോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.
I extend my gratitude to the Pastor Praveen and his family who has invited me to this convention. ഞാൻ ഇവിടെ വരുവാൻ വേണ്ടി സ്പോൺസർ ലെറ്റർ അയച്ചു തന്നത് ഡോക്ടർ ബിനു ആൻഡ് മോനിക്കയാണ്. I also thank Pastor Brother Binu and his household who has sent me sponsorship for me to come over here. എനിക്ക് ആ കുടുംബത്തെ മറക്കുവാൻ കഴിയില്ല. I cannot forget that family. ഞാൻ അവരായിരിക്കുന്ന നാട്ടിലെ ചർച്ചിലെ പാസ്റ്ററായിട്ട് ഇരുന്നിട്ടുണ്ട്. I have been the pastor of the local church where they were attending there. ആ സമയത്ത് എന്നെ വളരെ ശുശ്രൂഷിച്ച ഒരു ഭവനമാണ് വാത്സല്യ ഭവനം. During those days, the loving household has served me a lot. പ്രിയ അവരുടെ മാതാവ് ലിസ്മാമ ഇവിടെ വന്നിട്ടുണ്ട്. Their dear mother Lizzie auntie is present in our midst tonight. എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. May God immensely bless everybody. ഇന്ന് രാത്രി ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഇവിടെ വരാൻ കർത്താവ് സഹായിച്ചു. And God has enabled us to be in your presence as a whole household. എൻ്റെ ഭാര്യ ഇവിടെ വന്നിട്ടുണ്ട്. My wife is present here tonight. സജിനി ഇവിടെ ഉണ്ട്. മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ കർത്താവ് ഇടയാക്കുന്നുണ്ട്. Almost all places we go together. It is God's. ഇന്ന് നിങ്ങളുടെ നടുവിലായിരിക്കുന്നതിൽ അതീവ സന്തോഷമുണ്ട്. And I'm very happy that my wife is also with me tonight. ഹല്ലേലൂയ. Hallelujah. കർത്താവിനെ സ്തുതിക്കുന്നു. God is using us as a. സജിനിയുടെ ശുശ്രൂഷയും നിങ്ങൾക്ക് അനുഭവിക്കാൻ ഇടയായിരുന്നു. In the coming days you will be able to receive the service of my wife Sajida also. ഹല്ലേലൂയ. ഇന്നിവിടെ പാട്ടുപാടിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജെയിംസ്, പാസ്റ്റർ ബിജു, എല്ലാവർക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു. I thank the Lord who has sang the song in our midst tonight, Pastor James and Pastor Biju. രാത്രി കർത്താവ് വലിയ കാര്യം ചെയ്യാൻ പോവുകയാണ്. Tonight God is going to do great things in our midst. എത്ര പേർ അത് വിശ്വസിക്കുന്നു? Hallelujah. Believe that. യേശു നമ്മുടെ നടുവിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. Jesus is going to perform great miracles tonight. യേശു കർത്താവ് നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. Jesus has descended in our midst. അവൻ അത്ഭുത മന്ത്രിയാണ്. He is wonderful അവൻ counselor. വീരനാം ദൈവമാണ്. He is a mighty God. അവൻ നിത്യ പിതാവാണ്. He is everlasting Father. അവൻ തത്വത്തിന്റെ മുദ്രയാണ്. He is the covenant of. അവൻ രാജാതി രാജാവാണ്. He is the King of Kings. അവൻ വെണ്മയും ചുവപ്പുമുള്ളവനാണ്. He is with great velvet and അവൻ 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠനാണ്. he is greatest among thousands. ഓ, ആ യേശു ഇവിടെ വന്നിട്ടുണ്ട്. Oh, that Jesus has in our midst ആ tonight. യേശു നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. That Jesus is going to do great miracles for us. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? How many of you believe that? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? How many of you believe that? ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ആമേൻ. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാം. To meditate on a particular scripture, shall we read? ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കാം. Shall we read from the book of Job, chapter 14, verse 7? ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. For there is hope of a tree, if it be cut down, that will sprout again. അത് ഇളങ്കൊമ്പുകൾ വിടാതിരിക്കുകയില്ല. And that the tender branch thereof will not cease. അതിന്റെ വേര് മണ്ണിൽ കെട്ടുപോയാലും, Though the root thereof wax old in the earth, അതിന്റെ കുറ്റി അവൻ നശിച്ചു പോയാലും, and the stalk thereof die in the ground, വെള്ളത്തിന്റെ ഗന്ധമേൽക്കുമ്പോൾ അത് കിളിർക്കും. yet through the scent of water it will bud. ഇന്ന് രാത്രി ഒരു വലിയ മാർമിക കാര്യം പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നു. Today a great spiritual thing, God, the Spirit of the God is going to speak to you. കർത്താവ് എപ്പോഴും തരുന്നത് സ്പെഷ്യൽ കാര്യങ്ങളായി. God always gives us special things. കർത്താവ് എപ്പോഴും തരുന്നത് ബെസ്റ്റ് കാര്യങ്ങളായി. And He always gives us best things. ഹല്ലേലൂയ. Hallelujah. ചില മിനിറ്റുകൾ നാം എല്ലാവരും എഴുന്നേറ്റ് വർഷിപ്പ് ചെയ്യാൻ പോവുകയാണ്. For a few minutes we are going to be on our feet and worship the Lord എല്ലാവരും together. വർഷിപ്പ് ചെയ്യണം. We are going to worship the Lord ഒറ്റ together. കുഞ്ഞു പോലും വർഷിപ്പ് ചെയ്യാതിരിക്കാൻ പറ്റും. None of you should keep quiet yourself. എല്ലാവരും വർഷിപ്പ് ചെയ്യണം. എല്ലാവരും പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. കർത്താവ് വലിയ കാര്യം നമ്മുടെ നടുവിൽ ചെയ്യാൻ പോവുകയാണ്. As God is going to do great things in our midst. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? How many of you believe that? നിങ്ങൾ വിശ്വസിക്കുന്നു? വലിയ കാര്യം ചെയ്യാൻ പോകുന്നു. Yes, God is going to do a great. ആമേൻ. Amen. യേശു
വലിയ കാര്യം ചെയ്യാൻ പോകുന്നു. Jesus is going to do great things. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. Shall we praise the Lord ചില together? മിനിറ്റുകൾ എല്ലാവരും വായികളെ തുറന്നാട്ടെ. Can you open your mouth loudly and praise നിങ്ങൾ the Lord for a നിൽക്കുന്ന minute? സ്ഥലം മറന്ന് കർത്താവിനെ ആരാധിക്കുക. Can you begin and dignified for the Lord and നിങ്ങൾ praise നിൽക്കുന്ന Him? സ്ഥലം മറന്ന് കർത്താവിനെ ആരാധിക്കുക. Can you just forget about yours and then you stand and worship the Yes, Lord? കർത്താവിനെ ആരാധിക്കുക. Oh, yes, worship the Lord. യേശുവേ, Oh, Jesus! യേശുവേ, Jesus! ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. Oh, Lord Jesus, we praise you. എല്ലാവരും കരങ്ങൾ തട്ടി കർത്താവിനെ ആരാധിക്കുക. Can we beat our hands together and worship the Lord? ഓ രാമ 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 ശബല രാമ കര രാമ. ഓ രാമ രാമ ശബല രാമ. ഈ ദേശത്ത് ഭരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. Oh, Lord, we break the powers of the darkness ruling this city, Lord. ഈ ദേശത്ത് ഒരു വലിയ ഉണർവുണ്ട്. Let a revival be brought out in this. അതിനെതിരെ നിൽക്കുന്ന ശക്തിയെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. We come against those powers which is starting the Oh, revival. in the name of Jesus. Oh, in Jesus' name we break ഈ those powers. അത്ഭുതം നടക്കട്ടെ. Let miracles be happening in your life, Lord Jesus. Oh, let things take place. അത്ഭുതം നടക്കട്ടെ. Oh, let ഓ ശബ രാമ. ഓ Jesus. Hallelujah. Hallelujah. പരിശുദ്ധാത്മാവെന്ന് ഉച്ചകഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ This afternoon when I was praying, Spirit of the God told me this. ഒരു വലിയ ഉണർവ് കർത്താവ് ഈ ദേശത്തേക്ക് അയക്കാൻ പോവുകയാണ്. A great revival is going to be sent by the Lord to the city. ഈ ട്രെൻഡിൽ ഒരു വലിയ ഉണർവുണ്ടാകും. Yes, a great revival is at hand in the city. Yes. Hallelujah. Robo Shama. Rebo Korima Shama. Jeevala Pravadala Shama. Jesus. Rama Rama Shama. Rama Shaka Rama Shaka. ഞാനിവിടെ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ As I'm praying in spirit here, ഇന്ന് രാത്രി സ്വർഗം നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. God is the open unto us tonight. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ തുറക്കപ്പെടാത്ത വാതിലുകൾ പരിശുദ്ധാത്മാവ് തുറക്കുകയാണ്. Doors which has been closed before you so far, that God is opening it for you tonight. നിങ്ങളുടെ മിനിസ്ട്രിക്കുള്ള വാതിലുകൾ തുറക്കുകയാണ്. Yes, the doors which has been shut before us is getting open. നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയുള്ള വാതിൽ തുറക്കുകയാണ്. There are going to be open opportunities for your employment. പിശാച് എവിടെ അടച്ചോ ദൈവം അവിടെ തുറക്കാൻ പോവുകയാണ്. What has been closed by the devil has been opened by the Lord. Jesus. Hallelujah. Hallelujah. In the name of Jesus. ദൈവത്തിനെല്ലാം സാധ്യമാണ്. With God, everything is possible. അവൻ അസാധ്യമായി ഒന്നുമില്ല. There is nothing impossible with God. ഇന്ന് രാത്രി ചിലത് സാധ്യമാകാൻ പോകുന്നു. And the things are going to be accomplished tonight. എത്ര വിശ്വസിക്കുന്നു? How many of you believe that? ദൈവത്തിനെല്ലാം സാധ്യമാണ്. ദൈവത്തിനെല്ലാം സാധ്യമാണ്. Yes, everything is possible with God. എല്ലാവരും പറഞ്ഞാട്ടെ, ദൈവത്തിനെല്ലാം സാധ്യമാണ്. With God, everything is possible. Shall we say together? അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറ, ദൈവത്തിനെല്ലാം സാധ്യമാണ്. Give your hands to your neighbor and say that. ഓ, ദൈവത്തിനെല്ലാം possible ആണ്. Everything is possible with God. Hallelujah. 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 Jesus.
നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് As you are standing and praying, ഈ രാത്രി കർത്താവ് ചിലരെ തൊടാൻ പോകും. God is going to touch you. ചിലരുടെ തകർന്ന അവസ്ഥ യേശു മാറ്റാൻ പോകും. God is going to build up your broken lives. Jesus. Jesus. Hallelujah. Hallelujah. That brother, പരിശുദ്ധാത്മാവ് നിന്നോട് ഓർപ്പിക്കുന്നു. The Spirit of the God is reminding you നിന്റെ ജീവിതത്തിന് നേരെ ഒരുപാട് വെല്ലുവിളികളുണ്ട്. there have been lots of challenges before your life, പക്ഷേ നീ മുഖാന്തരം ഒരുപാട് ആത്മാക്കൾ വരാൻ പോവുകയാണ്. but through you many souls are going to be redeemed. നിന്റെ ജീവിതം മുഴുവനും തകർന്നു. Your life has been broken completely, പക്ഷേ കർത്താവ് അത് പണിയാൻ പോവുകയാണ്. but God is going to reconstruct it. നീ ഒരു ഒറ്റപ്പെട്ട സാഹചര്യത്തിലാണ്. You are now in an isolation, പക്ഷേ നീ ഭാരപ്പെടണ്ട. but do not weep too much. നിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി ആത്മീകമായി പുറത്തു വരാൻ പോവുകയാണ്. One of your households are going to come out in spiritual. ഒരു മകനെ ദൈവാത്മാവ് കാണിക്കുകയാണ്. God is showing me a son. ദൈവം അവനെ സന്ദർശിക്കും. God is going to visit your son. അവൻ പുറത്തു വരും. He is going to come out. പിശാച് നിന്നെ വെട്ടി, Devil has rebuked you, എന്നാൽ കർത്താവ് നിന്നെ വളർത്താൻ പോവുകയാണ്. but God is going to make you prosper. നിന്റെ ബിസിനസ്സിൽ ഒരു നന്മ ദൈവം നിനക്ക് തരാൻ പോവുകയാണ്. God is going to give you a goodness in terms of a personal business. ഒരു ഭവനം ചോരാതിരിക്കണമെങ്കിൽ അതിന് റൂഫ്, മേൽക്കൂര ആവശ്യമാണ്. In order for you to have a house which does not ooze of water, a strong roof is important. ഈ ദിവസങ്ങളിൽ റൂഫ് പൊളിച്ച് ചിലരെ അകത്തു കൊണ്ടുവന്ന് സൗഖ്യമാക്കിയെങ്കിൽ നിന്റെ ചില മേഖലയോട്, ജോലിയോട് ബന്ധപ്പെട്ട ചില മിറക്കിൾ സംഭവിക്കാൻ പോയി. As they are generous enough to break open your roof and bring certain people inside for the healing, God is going to generously open certain goodness in your life. Hallelujah. Hallelujah. നീ പ്രാർത്ഥിച്ചോണം. My son, please pray. നിന്നെ കർത്താവ് മൈറ്റിയായിട്ട് ഉപയോഗിക്കും. God is going to use you mightily. നിന്റെ കൂടെ ആരുമില്ലെന്ന് നിനക്ക് തോന്നും. You may think that you are totally എല്ലാവരും isolated. നിന്നെ തള്ളിക്കളയും. You may think that everybody has forsaken you. ആമേൻ. ടോണി എന്നൊരു പേര് പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. God is revealing your name, Tony. In the name of Jesus. Oh, fire. ടോണി എന്നൊരു പേര് ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നു. God is revealing a name, Tony. ദൈവം നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യും. God is going to do great miracles in your life. നിന്റെ തകർന്ന അവസ്ഥകൾ യേശു മാറ്റും. God is going to wipe out your brokenness ഈ completely. ദിവസങ്ങൾ ആത്മാവ് നിന്നെ പണിയാൻ പോവുകയാണ്. The Spirit of the God is going to construct you. ആത്മാവിന്റെ ഒരു ഒഴുക്ക് നിന്റെ മേൽ വരും. There will be a flow of the Holy Spirit in you. നീ പ്രാർത്ഥിച്ചോ. You pray. നിന്റെ തകർച്ച ഒരു ഉയർച്ചയാകാൻ പോവുകയാണ്. Your destruction shall be a construction very soon. ഗൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി ദൈവം നിനക്ക്
ഒരു ബന്ധം തരും. God is going to give you a relation with a person called Glenn. Glenn. നിനക്ക് ചില ബിസിനസ് നന്മകൾ തരും. You will have lots of opportunities for business enterprises. ദൈവത്തിന്റെ മാന്യത നിന്റെ മേലുണ്ടാകും. God is going to give you certain lucrative skills in order to do business. അപ്പൻ ഉപേക്ഷിച്ചാൽ, Even if your father forsakes you, അമ്മ ഉപേക്ഷിച്ചാൽ, even if your mother abandons you, ഭാര്യ ഉപേക്ഷിച്ചാൽ, even if your wife abandons you, നിന്റെ എല്ലാമായി യേശു നിന്റെ കൂടെയുണ്ട്. Jesus is with you as He is your everything. ഈ മകനെ ഇന്ന് രാത്രി ഈ ദേശത്തെ ഉണർവിന് വേണ്ടി ഇമ്പാർട്ട് ചെയ്യുന്നു. Lord, in important prayer, for a great revival of this year. Oh, we shake it. എല്ലാം സാധ്യമേ, ദൈവത്താൽ എല്ലാം സാധ്യമേ, അസാധ്യമായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല, സാധ്യമേ, എല്ലാം സാധ്യമേ, ദൈവത്താലെല്ലാം സാധ്യമേ. ഓ അസാധ്യമായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല, ഓ സാധ്യമേ, എല്ലാം സാധ്യമേ, ദൈവത്താലെല്ലാം സാധ്യമേ. ഓ അസാധ്യമായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല, ആമേൻ, അസാധ്യമായി ഒന്നുമില്ല, സാധ്യമേ, എല്ലാം സാധ്യമേ, ദൈവത്താലെല്ലാം സാധ്യം. പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങിയിരിക്കുന്നു. അഗ്നിജ്വാല പോലെ ഉയർന്നിരിക്കുന്ന ആളുകൾ ഇവിടെ ഇറങ്ങി നിൽക്കുന്നു. വായികളെ തുറന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ആ ഭയങ്കരമായ ആ സാന്നിധ്യം അതിനുവേണ്ടി പ്രാർത്ഥിക്കൂ. അസാധ്യമായി ഒന്നുമില്ല, ഓ സാധ്യമേ, എല്ലാം സാധ്യമേ, ദൈവത്താലെല്ലാം സാധ്യമേ. അസാധ്യമായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല, ഓ സാധ്യമേ, ഓ എല്ലാം സാധ്യമേ, ദൈവത്താലെല്ലാം സാധ്യമേ. ഓ അസാധ്യമായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല. എന്റെ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. എന്റെ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അവൻ മാറ്റും നിന്റെ സകല പ്രശ്നവും യേശു വിടുവിപ്പാൻ അവൻ ശക്തൻ. Fire in the name of Jesus. യേശു ക്രിസ്തുവിൻ നാമത്തിൽ every sickness be healed in the name of Jesus. Oh, fire. Hallelujah. ഇന്ന് രാത്രി ആര് പ്രാർത്ഥിക്കും? Who is going to pray tonight? അവർക്ക് കർത്താവിന്റെ ഗ്ലോറി കാണുവാൻ ഇടയായി.
കർത്താവിന്റെ മഹത്വം നാം കാണാൻ പോവുകയാണ്. Those who pray and seek, they will receive the glory of the Lord tonight. In the name of Jesus. In the name of Jesus. ഇതിനകത്ത് ട്വിങ്കിൾ എന്ന് വല്ലാത്ത പേരുള്ള ട്വിങ്കിൾ. Twinkle, please come forward. Shabakaba Shikalaba. Horaba Shika. പരിശുദ്ധാത്മാവ് ശ്രദ്ധിക്കുന്നോളൂ. പരിശുദ്ധാത്മാവ് നിന്നോട് ഓർപ്പിക്കുന്നു, നിന്റെ മുൻപിൽ ചില ബ്രോക്കൺനെസ്സും ചില വിഷയങ്ങൾ നിനക്ക് താങ്ങാൻ വയ്യാതെ നീ ഒരു ഭാരത്തിലിരിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് ഓർപ്പിക്കുന്നു, നിന്റെ ചില സോറോസ് പരിശുദ്ധാത്മാവ് എടുത്തു കളയാൻ പോവുകയാണ്. എനിക്കറിയത്തില്ല, ഇവിടെ ഒരു ഭയങ്കര ദൈവ സാന്നിധ്യമാണ്. ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം ഇന്നിവിടെ ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ നിന്നെ ഈ ദേശത്ത് നിർത്തത്തില്ലെന്ന് വാദിക്കുന്ന ഭയങ്കര ഒരു ശക്തിയുണ്ട്. നിന്നെ പ്രാർത്ഥനയിൽ കൈത്താങ്ങാൻ ചില കുടുംബത്തെ ഞാൻ ഒരുക്കും. എന്നാൽ നിനക്ക് വേണ്ടി ചില ഫയലുകൾ ഞാൻ ഓപ്പൺ ചെയ്യും. ജീസസ്, നിനക്ക് വേണ്ടി ചില ഫയലുകൾ ഓപ്പൺ ചെയ്യാം. ഒരു വ്യക്തി പോലും കണ്ണു തുറന്ന് രക്ഷമായി നിൽക്കരുത്. സാന്നിധ്യം പകൽ നിങ്ങൾ റിസീവ് ചെയ്താൽ അതിന്റെ ഒരു വലിയ വിടുതൽ നിങ്ങൾ പ്രാപിക്കും. പ്രവർത്തിച്ച ചില വ്യക്തികൾ ഇല്ലേ ഇല്ലേ ഇന്ന് രാത്രി അവരുടെ മുൻപിൽ ദൈവം നിന്നെ മാനിക്കാൻ സകല വേദനയും യേശു മാറ്റാൻ പോകുന്നു.
that all the pains are going to be wiped out by ആ Lord. യേശു നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. Jesus has come in our midst tonight. ആമേൻ. ആ യേശു നമ്മുടെ നടുവിൽ ഇറങ്ങി That Jesus has come in our midst tonight. ആ യേശുവിനെല്ലാം സാധ്യമാണ്. With that Jesus everything is possible. ആ യേശു നിങ്ങളെ തൊടാൻ പോവുകയാണ്. That Jesus is going to touch you. ആ യേശുവിനെ നിങ്ങൾ തൊടുക. You have to receive that Jesus. ഇന്ന് രാത്രി വർഷങ്ങളായി കെട്ടിയ കെട്ടുകൾ യേശു അഴിക്കുകയാണ്. Certain cords which have been broken in the life of years will be broken by Jesus tonight. എല്ലാ darkness-ഉം പരിശുദ്ധാത്മാവ് എടുത്തു കളയുകയാണ്. Yes, most of the battles in your life is going to be removed by Jesus. Hallelujah. നിങ്ങൾ പൊട്ടിക്കരയുക. പൊട്ടിക്കരഞ്ഞ് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ യേശുവിനെ വർഷിക്കുക. Right now, into the Lord, you will be able to see the vision of Jesus. വളരെ വർഷങ്ങളായി For long years, എന്ത് ചെയ്താലും ഒരു പരാജയം. whatever you do, you see failures. നീ ഏത് കാര്യത്തിന് പോയാലും അവിടെ ഒരു തകർച്ച. Whenever you go for particular things, you will only see എന്നാൽ failures. കർത്താവ് ആ തകർച്ച മാറ്റാൻ പോവുകയാണ്. But God is going to take your failures away. ഇന്ന് രാത്രി യേശുവിന്റെ കാൽവരി ക്രൂശിൽ വിശ്വസിക്കുമ്പോൾ, If you believe tonight in the Calvary cross of Jesus Christ, യേശുവിന്റെ കാൽവരി മരണത്തിൽ വിശ്വസിക്കുമ്പോൾ, if you believe in the Calvary death of Jesus Christ, നിന്റെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ നിന്നിലേക്ക് ഒഴുകി വരികയാണ്. you will see a great deliverance coming into your life. Yes, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും. You will see through your own eyes. നിന്റെ ചെവി കൊണ്ട് നീ അത് You കേൾക്കും. will hear through your own ears. Hallelujah! 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 I love you, Daddy. Hallelujah! Hallelujah! Daddy, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. Oh Father, we praise you, Lord. അങ്ങയുടെ ഭയങ്കര സാന്നിധ്യത്തിന് നന്ദി. We thank you for your phenomenal presence, Lord. ഇന്ന് രാത്രി ഇതിനകത്ത് ആരെല്ലാം കാലുകുത്തിയോ അവരെല്ലാം വിടുവിക്കപ്പെടട്ടെ. Those that stepped into this house tonight, let them be delivered. അങ്ങയുടെ പ്രസൻസ് ഇവിടെ ഉണ്ടാകട്ടെ. Oh Lord, thank you for your awesome presence. എല്ലാ രോഗങ്ങളും സൗഖ്യമാകട്ടെ. Let all the sicknesses be healed. Amen. Amen. നാം ചിന്തിച്ച വേദഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. Can we bring our attention back to the particular scripture we were meditating on? Hallelujah. Hallelujah. നിങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധയോടെ അത് കേൾക്കണം. You should all listen to the scripture very attentively. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്.
There is a hope if it is a tree. ഈ ദേവദാസൻ പറയുന്ന സൗണ്ട് ക്ലിയർ ആയിക്കോട്ടെ, അതൊന്നും മനസ്സിലായി. ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്. If it is a tree, there is a hope for it. നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട അനുഭവങ്ങൾ കർത്താവ് നിങ്ങൾക്ക് തിരിച്ചു തരാൻ പോവുകയാണ്. God is going to reinstate all those situations where you have lost hope. നിങ്ങളുടെ സകല സിറ്റുവേഷനും കർത്താവ് ചേഞ്ച് ചെയ്യാൻ പോകും. God is going to transform your circumstances. Sudden and unexpected blessings. Random and unexpected blessings you are going to enjoy in your life. പ്രതീക്ഷിക്കാത്ത ചില വിടുതലുകൾ നിങ്ങളുടെ മുമ്പിൽ സംഭവിക്കാൻ പോവുകയാണ്. Certain deliverances, what you are not anticipating in your life, is going to take place. നിങ്ങൾ ചിന്തിക്കാത്ത നേരത്തെ ചില വിടുതലുകൾ സംഭവിക്കാൻ പോകും. Certain deliverances, what you had not thought in your distant imagination, is going to take place in your life. നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയും കാണത്തില്ല. That you won't see any hope at all. എന്നാൽ ആ യേശുവിൽ വിശ്വസിക്കും. But if you believe in Jesus Christ, അതിലേക്ക് ആ വിടുതൽ വ്യാപരിക്കുകയും. those deliverances will come into their life. ഹല്ലേലൂയ. Hallelujah. വൃക്ഷം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ കുറിക്കുന്നു. The tree symbolizes a believer. നിങ്ങളൊരു വൃക്ഷമാണോ? Are you a tree? നിങ്ങളിൽ ഒരു ഫലമുണ്ട്. If you are a tree, certainly you have fruits. നിങ്ങൾ ഒരു വൃക്ഷമാണെങ്കിൽ If you are a tree, ഒരു പ്രത്യാശയുണ്ട്. there is a hope in you. ആമേൻ. കർത്താവായ യേശുക്രിസ്തു ഒരു വൃക്ഷമാണ്. Jesus Christ is a tree. അവൻ ഒരു വിശ്വാസി വൃക്ഷമാണ്. A believer is a tree as well. ഈ ഫലത്തിന് നേരെ ഏറുകളുണ്ട്. There will be knocks at this fruit. ഇവിടെ നാം വായിച്ചത് അവൻ ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. What we have read here, if it is a tree, there is a hope. അതിന്റെ മണ്ട മുറിച്ചാലും If the shoot is been cut, അതിന്റെ വേര് അവൻ മണ്ണിൽ കെട്ടുപോയാലും if the roots have been decayed in the soil, ഇനിയും അതിന്റെ കുറ്റി മാത്രമേ മണ്ണിലുള്ളെങ്കിലും if only the shoot is remaining there, അതിനെ ദൈവം പൊട്ടി കിളിർക്കുമാറാക്കും. and new tender shoots will sprout from it. നിങ്ങളുടെ ആശ നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്ത് ദൈവം ആശ തരും. Certain hope will be restored in your life which has been lost. നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയി. There has been a set of your expectations. അവിടെ ദൈവം ഒരു പ്രത്യാശ നൽകി തരും. There God is going to give you a new hope. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അങ്ങേയറ്റം പറ്റി വിധി എഴുതിയാൽ Though you have decided certain things, know certain things. ICU യൂണിറ്റിൽ കയറ്റിയാൽ, No matter a person has been got into ICU unit, വെന്റിലേറ്ററിൽ കയറ്റിയാൽ, no matter he's in a ventilator, അവൻ നീ പഠിച്ചതെല്ലാം പരാജയപ്പെട്ടു പോയാൽ, no matter you have failed in whatever you have നിന്റെ studied, ജീവിതത്തിൽ ചെന്നുപെട്ടതെല്ലാം പ്രശ്നങ്ങളായ, oh, wherever you have been, you always encountered with problems. കർത്താവ് നിന്നിൽ ചില കാര്യം ചെയ്യാൻ പോവുകയാണ്. If Jesus just starts doing certain things നിന്റെ in your life, തലമുറയെ കുറിച്ചുള്ള സകല പ്രത്യാശയും നഷ്ടപ്പെട്ടു പോയാലും ഇന്ന് രാത്രി ബൈബിൾ പറയുന്നു നിനക്ക് പ്രത്യാശിക്കാം, കർത്താവ് ഒരു വിടുതൽ തരാൻ പോവുകയാണ്. no matter you have lost all hopes in your life, but still you can hope against hope, because Bible says that Jesus is going to deliver you ഞാൻ tonight. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ദുബൈയിൽ ചെല്ലുമ്പോൾ, Many years back when I went to Dubai, ഞാൻ ഒരു മീറ്റിംഗിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ as I was preaching in a meeting there, ഒരു കൊച്ചു ചെറുക്കന്റെ തലയിൽ കൈവച്ച് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, I happened to lay on a small child and spoke this way. ആമേൻ, നീ അമേരിക്കയിൽ പോയി പഠിക്കും. The Spirit of the God told him that you are going to go to US for your higher studies. എയറോനോട്ടിക്കുമായി ബന്ധപ്പെട്ടതിന് ദൈവം നിന്നെ വിടും. In connection with aeronautical engineering, God is going to send to you. ഓ, പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. After all the prayers have been over, അവന്റെ അപ്പൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, his dad approached me and said, ഇവൻ 10ാം ക്ലാസ്സിൽ 2 പ്രാവശ്യം എഴുതി തോറ്റു കിടക്കുകയാണ്. he has failed twice in his GCSE. പക്ഷേ പാസ്റ്റർ പറഞ്ഞു ഇവൻ എയറോനോട്ടിക്കിന് പോകും. But now pastor is saying that he is going for aeronautical ഇവൻ engineering. അമേരിക്കയിൽ പോകുമെന്ന് He പറഞ്ഞു. will go to US. ഞാൻ പറഞ്ഞു ഞാനല്ല പറഞ്ഞത്, ഹോളി സ്പിരിറ്റ് ആണ്. I said it is not me who has said this, but the Holy Spirit. ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം ഇവൻ പരീക്ഷ എഴുതും. I said that this time he is going to write the exam. ഇവൻ നല്ല മാർക്ക് മേടിച്ച് പാസ്സാകും. He will pass with flying colors. ആ പ്രാവശ്യം അവൻ പരീക്ഷ എഴുതി, He wrote the exam that time നല്ല മാർക്കിൽ പാസ്സായി. and he passed with great grades. ചില വർഷങ്ങൾക്ക് മുമ്പ് After certain years, ഞാനും സജിനിയും അമേരിക്കയിൽ ചെന്നപ്പോ myself and my wife went to Dubai. ഈ ചെറുപ്പക്കാരൻ പയ്യൻ ഓടി വന്നു.
This young chap came up to me എന്നോട് ചോദിച്ചു, "Pastor uncle, you remember me?" and asked me whether you remember me, Pastor. ഞാൻ പറഞ്ഞു, "ഞാൻ ഓർക്കുന്നില്ല." I said, I can't remember you, my ഞാൻ son. 10ാം ക്ലാസ് തോറ്റു കിടന്നപ്പോൾ എന്നോട് പറഞ്ഞതാണ് എയറോനോട്ടിക്കൽ പോകുമെന്ന്. When I failed twice at my 10th, you said that I will go to aeronautical engineering. ഞാനിവിടെ എയറോനോട്ടിക് എഞ്ചിനീയറിംഗിന് ലാസ്റ്റ് വർഷം Now I പഠിക്കുകയാണ്. am studying here for aeronautical engineering last year. ഹല്ലേലൂയ. Hallelujah. ഇന്ന് അമേരിക്കയിൽ അവനൊരു ചർച്ചിന്റെ യൂത്ത് മാസ്റ്റർ കൂടെയാണ്. Now he is a youth pastor of a church in America. വെട്ടിയ വൃക്ഷം പൊട്ടിക്കിളിർക്കും. A tree which has been cut has been sprouted. നിന്റെ വീട്ടിൽ നീ തഴയപ്പെട്ടതായിരിക്കാം. Though you have been abandoned in your household, ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കാം. there are isolations in your life. നിന്നെ ആരും സ്വീകരിപ്പാൻ There is കഴിയില്ല. nobody to receive you. നിനക്ക് തരേണ്ട ബ്ലെസ്സിങ്സ് വീട്ടുകാർ തന്നെ കാണത്തില്ല. Oh, the blessings what you owe has been encroached by your family എന്നാൽ members. കർത്താവ് നിനക്ക് വേണ്ടി വലിയ കാര്യം ചെയ്യാൻ പോകും. Jesus is going to do great things for you. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. വെട്ടിക്കളഞ്ഞ വൃക്ഷം പൊട്ടിക്കിളിർക്കും. A tree which has been cut will sprout. നിങ്ങൾ ചിന്തിക്കുക, ഇതൊരു വൃക്ഷമാണെന്നിരിക്കട്ടെ. Suppose if this is a tree, ഇതിന്റെ മണ്ട വെട്ടി, that shoot has been cut off. അതിന്റെ ചെവിട് വേര് വെട്ടിക്കളഞ്ഞു. The root also has been cut off. ഒരു കുറ്റി മാത്രമേ ഉള്ളൂ. There is a small shoot remaining. അതിന്റെ വേരെല്ലാം അഴുകിപ്പോയി. The roots have been decayed. ആമേൻ. സയൻസ് പരമായിട്ടും ബുദ്ധിപരമായിട്ടും അതിനെ കിളിർക്കുകയില്ല. With science and with our mind, we can understand that there is no hope that it is going to എന്നാൽ grow. സയൻസ് പറയുന്നതിന് ഓപ്പോസിറ്റാ വിശുദ്ധ വേദപുസ്തകം. But the Holy Bible is contrary to what science says. ആമേൻ. സയൻസ് പറയും നടക്കത്തില്ലെന്ന്. Science will say that nothing is going to take എന്നാൽ place. പരിശുദ്ധാത്മാവ് പറയും നടക്കുമെന്ന്. But the Spirit of the God will say that certainly things are going to ആ happen. വചനത്തിൽ താഴെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, When we read down further the lines, it is written this way. വെള്ളത്തിന്റെ ഗന്ധമേൽക്കുമ്പോൾ അത് പൊട്ടിക്കിളിർക്കും. Though the root thereof wax owned in earth and the stalk thereof. ഓ ഹല്ലേലൂയ. Hallelujah. Yet though the scent of water, it will bud. Hallelujah. എന്റെ തലയിൽ ഓരോ ദൈവദാസന്മാരും വന്ന് ദൂത് പറയും, നിന്നെ പാസ്റ്ററാക്കും, പ്രോഫറ്റ് ആക്കും, ഒരുപാട് രാജ്യങ്ങൾ 5 ഭൂഖണ്ഡങ്ങളിൽ അയക്കും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കുനിഞ്ഞിരുന്ന് ചിരിച്ചിട്ടുണ്ട്. Many pastors, when they laid their hands upon my head and said, you will become a great prophet and you will visit across the globe and preach my good news, I happened to giggle myself. ആമേൻ. ഞാൻ എങ്ങനെ പോകാനാണ്? I always thought to myself, how am I going to go to ചില these places? സ്ഥലങ്ങൾ പറയുമ്പോൾ ഞാൻ ചിന്തിക്കും, എനിക്ക് അവിടെ ആരുമില്ലല്ലോ. When certain places been revealed by the Holy Spirit, I used to think to myself that there are nobody to take me there. ഇത് പറഞ്ഞ കർത്താവ് നിന്നെ വിടാൻ ശക്തനാണ്. The God who has promised these things, He is capable enough to take you there. ഹല്ലേലൂയ. Hallelujah. അടുത്തിരിക്കുന്നവർ കൈവിട, കർത്താവ് നിന്നെ വിടാൻ പോവുകയാണെന്ന് Shake പറ. your neighbor's hands and say that God is going to send you. കർത്താവ് നിന്നെ വിടാൻ പോവുകയാണ്. God is going to send you. നിന്റെ കുഞ്ഞിനെ തൊട്ടൊന്ന് പറ, നീ ബ്ലെസ്സഡ് ആകാൻ പോവുകയാണ്. Oh, let your child and say that your child is. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾക്കുള്ളതിനെ നോക്കി പറ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ What പോവുകയാണ്. you have, you can do those things and say that you are going to be blessed. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ താഴ്ചയിൽ നിന്ന് ഉയർത്തുന്നവനാ നമ്മുടെ കർത്താവ്. It is Jesus brings us out from our lowliness. ഇതിനെ ഉയർത്തുക. Oh, if you exalt this, ഓ ഇത് നിന്നെ ഉയർത്തും. this will exalt you. ഇതിനെ ആലിംഗനം ചെയ്യുക. If you embrace this Bible, embrace this Bible. അവൻ അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും. When you cover this Bible, this will bring honor to you. ഈ വചനം അനുസരിച്ചാൽ, If you obey these commandments, ഓ ഇത് ഭയങ്കര മാന്യതയാണ്. there is a great honor hidden in these scriptures. ഞാൻ എന്റെ 22ാമത്തെ വയസ്സിലാണ് യേശുവിന്റെ വാക്കനുസരിച്ചത്. Oh, at my 22nd age, I started ഞങ്ങളുടെ obeying Jesus. വീട്ടിൽ 6 മക്കളിൽ ഏറ്റവും മണ്ടൻ ഞാനായിരുന്നു. I was the foolish among the 6 children in my house. എന്നാൽ സ്വർഗത്തിലെ ദൈവം എനിക്കൊന്നും കുറച്ചില്ല. But the God who dwells in heaven has not put me to shame. ഹല്ലേലൂയ. Hallelujah. നിനക്ക് വേണ്ടി കർത്താവ് തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. God opens for you. Nobody is able to close it. ഈ യേശു വിശ്വസ്തനാണ്. Jesus is faithful. ഒരു കാര്യം ഓർത്തോണം, You have to remember one thing. രാജാക്കന്മാരുടെ കൊട്ടാരത്തിലും ദൈവം എന്നെ അയച്ചിട്ടുണ്ട്. God has even sent me to the courts of kings. ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത
പാലസിനകത്ത് ദൈവം എന്നെ വിട്ടിട്ടുണ്ട്. God has sent me to certain palaces where there was no chance me to get ഈ there. അഭിഷേകം നിനക്ക് വേണ്ടി വാതിൽ തുറക്കുന്നതാണ്. Anointing will open doors for you. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ എത്ര വേഗം യേശുവിന്റെ വാക്ക് അനുസരിച്ചോണം. You have to obey Jesus at the earliest. ഇനി താമസിക്കരുത്. You should not make it delay. ഇനി താമസിക്കരുത്. Do not delay it. വേഗം അനുസരിച്ചോണം. Please obey Jesus at the നിങ്ങൾ earliest. യേശുവിന്റെ വാക്ക് അനുസരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം സക്സസ് ആയി മാറും. When you obey the words of Jesus, you are going to reach great heights. ഈ യേശുവിന്റെ വാക്ക് അനുസരിപ്പാൻ എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? How many of you would like to obey the words of Jesus Christ? ജീവൻ പോകുന്നെങ്കിൽ പോട്ടെ, Even if you lose your life. എനിക്ക് യേശുവിന്റെ വാക്കാണ് വലുത്. For me, it is important that I obey the word of Jesus. ഹല്ലേലൂയ. നിങ്ങൾ Hallelujah. യേശുവിന്റെ വാക്ക് അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ If you are willing to obey the word of Jesus Christ, നിങ്ങൾ കർത്താവിനാൽ ഉയർത്തപ്പെടുവാനിടയായി. you will be exalted by Jesus. ആമേൻ. Amen. ഇതിനെ ഉയർത്തിയാൽ ഇത് നിനക്ക് മാനം വരുത്തും. If you exalt Jesus, that will bring honor into your ഈ life. വചനം ശ്രേഷ്ഠകരമാണ്. Oh, these are sublime ഒരു scriptures. വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. If there is a tree, it has hope. ഞാൻ നിങ്ങളെ നോക്കി പറയുമ്പോൾ ഒരു വലിയ പ്രത്യാശ നിങ്ങൾക്കുണ്ട്. When I look unto you and speak to you, you have great hopes in your life. ആമേൻ. റോജി, നിനക്ക് വലിയൊരു പ്രത്യാശയുണ്ട്. Oh, Roji, you have great hope in your life. ഓ, ദൈവം നിനക്ക് വേണ്ടി വഴി ഒരുക്കാൻ പോവുകയാണ്. God is going to open ways for you. ഹല്ലേലൂയ. Hallelujah. ആ ബ്രദറിനോട് ദൈവാത്മാവ് പറയുക, നിനക്ക് വലിയൊരു ഭാവിയുണ്ട്. To that particular brother, the God is saying that you have a great future. ഹല്ലേലൂയ. ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാണ്. God is going to honor you. ആമേൻ. Amen. ആമേൻ. Amen. ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നു. As God is going to honor you, ഇത് നിന്റെ ടൈമാണ്. this is your appointed time. ആ ബ്രദർ എഴുന്നേറ്റ്. യെസ്, എഴുന്നേറ്റ്. വേറെ ആരും നോക്കണ്ട, എഴുന്നേറ്റ് പ്ലീസ്. നിന്നെ കുറിച്ച് ദൈവത്തിന് ഭയങ്കര ഒരു പ്ലാൻ ഉണ്ട്. The Lord has divine plans for you, brother. ഞാൻ ശ്രദ്ധിച്ചാൽ Be careful to me. നിന്റെ ഉള്ളിൽ ഭയങ്കര ദാഹമുള്ള ഒരു വ്യക്തി. You have a great thirst in your heart. നിനക്ക് താങ്ങാൻ പറ്റാത്ത ഒരു അനോയിന്റിങ് കർത്താവ് നിന്റെ മേൽ. God is going to saturate you with a great anointing which you won't be able to hold. അതിശക്തമായ നിലയിൽ കർത്താവ് നിന്നെ മാനിക്കും. With great phenomenal grace, God is going to honor you. റോബോ ഷിഖാലാബ സൗദ. നീ പ്രവചിക്കും. You are going to prophesy. നീ പ്രവചിക്കും. You are going to prophesy. നീ ഒരു വലിയ മിനിസ്ട്രിയിൽ പുറകോട്ട് വരും. You will do a great ministry. നീ അനേകരെ പുഷ് ചെയ്ത് മുമ്പോട്ട് വിടും. You will push many souls into the kingdom of God. റാമ. നീ ചില ബിസിനസ്സുകാർ, തമിഴ് ബിസിനസ്സുകാർ യേശുവിനെ കൊണ്ടുവരാൻ ദൈവത്തിനെ ഉപയോഗിക്കാൻ പറ്റും. God will make you to bring certain business enterprises from Tamil language. ദൈവം നിന്നെ ഭയങ്കരമായി മാനിക്കും. God will honor you greatly. ദൈവാത്മാവിന്റെ ഭയങ്കര പദ്ധതി നീ കാണാൻ പോകും. You will see great divine plans of the Lord in your life. നീയും നിന്റെ തലമുറയും ഒരു ഭയങ്കര ബ്ലെസ്സിങ്സ് പ്രാപിക്കും. You and your posterity shall receive great blessings from the Lord. അദ്ദേഹത്തിന്റെ കുടുംബം ഇവിടെ ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഭയങ്കര തീ ഇവിടെയുണ്ട്. There is a great fire of the Holy Spirit in our midst. ഒരു ഭയങ്കര സാന്നിധ്യം. There is a great presence of the Lord. Lord, I love you, Daddy. Oh Lord Jesus, hallelujah, hallelujah. നിന്റെ വീട് നിന്റെ വീട് ഒരു പ്രാർത്ഥനയുടെ വീടായി മാറും. Your house shall be called a house of prayer. നിന്റെ വീടിനകത്ത് വന്ന് അനേകം മിഷണറിമാർ പുറത്തു വരും. Many missionaries are going to come out of your house. കൽപ്പന കൽപ്പന.
നാമത്തിൽ in the name of Jesus, fire, fire, fire in the name of Jesus. നീ പേരെഴുതി കാണുന്ന ചില വിഷൻസ് കാണും. You will see certain visions in which you will see names appearing before you. നിന്നെ കർത്താവ് ഉപയോഗിക്കാൻ പോയാ. God is going to use you mightily. നിനക്ക് നല്ലൊരു വീട് ഞാൻ തന്ന് അനുഗ്രഹിക്കും. God will give you a house and bless you. Yes, നീ ചില ലേഖനങ്ങൾ എഴുതും. You are going to write certain pamphlets. നിന്റേതല്ലാത്ത പല ഭാഷക്കാരെ നീ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരും. You will be able to bring many souls into the kingdom of God who speaks alien languages. ചില ഇംഗ്ലീഷുകാരെ നീ കൊണ്ടുവരും. You will bring certain English souls into the kingdom of ചില God. പാകിസ്ഥാൻകാരെ കൊണ്ടുവരും. You will be able to preach good news to certain Pakistan. ഓ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നീ കാണും. You will see great wonders of the Lord in your life. പേരെന്തുവാ? കൽപ്പന. ഈ കൽപ്പനയെ ദൈവം ഇവരെ കുടുംബമായിട്ട് ഭയങ്കരമായിട്ട് നിങ്ങൾ ഈ സഭയോട് ഒരു കമ്മിറ്റ് ചെയ്യണം. You have to commit yourself to this church. ഈ ചർച്ചിൽ നിങ്ങൾ ഈ സഭയോട് കർത്താവുമായിട്ടൊന്ന് കമ്മിറ്റ് ചെയ്യണം. You must be able to commit yourself to this church. ആ നിലയിൽ കർത്താവ് നിങ്ങളെ പൊക്കും. In that aspect, God is going to exalt you. ഒരു വലിയ പ്രയർ വാരിയറായി കർത്താവ് നിന്നെ പുറത്തെടുക്കും. Oh, you will become a great prayer warrior. ആ ദൈവത്തിന്റെ ബ്ലെസ്സിങ്സ് നിന്റെ മേലുണ്ടാകും. God's blessing shall be upon you. ഓ ശക്തമായി നീ പ്രാർത്ഥിച്ചു കൊള്ളുക. Oh, please pray fervently. ഓ കർത്താവ് നിന്നെ മൈറ്റിയായിട്ട് ഉപയോഗിക്കും. God is going to use you mightily. നിന്റെ ഭവനത്തിൽ ഉള്ളവർ തന്നെ മ്യൂസിക്കുകൾ വായിക്കും. Certain members of your family will become great musicians. ദൈവത്തിന്റെ അത്ഭുതകരം കാണും. You will see the wonders of the Lord. നീ പ്രാർത്ഥിച്ചോ? You pray. നിനക്ക് ദൈവം തന്ന ജനറേഷനും വളരെ ബ്ലെസ്സഡ് ആയി മാറും. Your posterity also shall be blessed. നീ ഈ ദേശത്ത് വന്നതൊരു മിറക്കിളാ. It is a miracle that you are in this എന്നാൽ land. ഇനിയും ചില മിറക്കിൾ ഞാൻ ചെയ്യാൻ പോവുക. You are going to see many more miracles in your life. Fire! Hallelujah. Oh, fire! Oh, yes, Rushaka. Fire! In the name of Jesus. ഈ വ്യക്തിയെ anointed ഇവനെ യേശുവിന്റെ നാമത്തിൽ anointed Shaba Kaba Raba Shaka Raba Shata in the name of Jesus. ദൈവത്തിന്റെ ആത്മാവിൽ ഞാനൊരു കാഴ്ച കാണുന്നു. I am seeing a vision in spirit. ഇവിടെ വടക്ക് നിന്ന് ഒരു വലിയ ഉണർവ് ആരംഭിക്കാൻ പോവുകയാണ്. Revival is going to break out in the north. ഈ ദേശത്ത് ആത്മാവിന്റെ ചില ക്രിയകൾ നടക്കും. Certain functions are going to be revealed in spirit. വടക്ക് നിന്നും തെക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അവൻ നാല് ദിക്കിൽ നിന്നും ജനം വന്നിവിടെ ആരാധിക്കുന്ന ഒരു പ്രത്യേക വർഷിപ്പ് എന്റെ കർത്താവ് കാണിക്കുന്നു. From north and from south and from east and west, many people are going to flow into the church, and worship is going to be revealed. Hallelujah. ഈ ഉണർവിന് എത്ര പേർ തയ്യാറുണ്ട്? How many of you are ready and prepared for ഈ this ഉണർവിന് revival? എത്ര പേർ തയ്യാറുണ്ട്? How many of you are ready to take this revival? ഒരു ഉണർവായി കണ്ടു. God is going to take the revival. എത്ര പേർ അതിനെ റിസീവ് ചെയ്യും? How many are able to receive? Jesus, Oh Jesus! these promises I receive it. Oh Jesus, receive it, Lord. യേശുവേ, Oh Jesus, ഈ ശബ്ദം ഞാൻ റിസീവ് ചെയ്യുന്നു. we receive it, Lord. ഹല്ലേലൂയ. Hallelujah. ഇന്ന് രാത്രി ഒരു സീക്രട്ട് ഞാൻ നിങ്ങളോട് പറയാം. Can I tell you a secret tonight? നിങ്ങൾ ഇന്ന് ഈ ആരാധനകൾ കഴിയുമ്പോൾ As you end up with this worship session tonight, നിങ്ങൾ നേരത്തെ ഉറങ്ങാനായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. you are planning to go to bed very പക്ഷേ early. ഹോളി സ്പിരിറ്റ് നിങ്ങളെ ഉറക്കത്തില്ല. But Spirit of the God is going to keep ഈ you awake. രാത്രി പ്രാർത്ഥനയിൽ നിരന്തരം ഇരിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ടച്ച് ചെയ്യും. Yes, the Spirit of the God will enable you to sit in the presence of the Lord in prayer ceaselessly. നിന്നെ പുറത്തെടുക്കാനുള്ള ടൈമായി. Now it is the time for you to come out. കർത്താവ് നിന്നെ പുറത്തെടുക്കാൻ പോയി. God is going to take you out. ഓ നീ പുറത്തു വരാൻ ടൈമായിരിക്കുന്നു. Are you ready to come out? ഹല്ലേലൂയ. Hallelujah. നീ ആത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോയി. The Spirit of the God is going to bring you out. ഹല്ലേലൂയ. Hallelujah.
പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്ത എല്ലാവരും ഇന്ന് രാത്രി അതിനെ പ്രാപിച്ചോളാം. Those who have not received the anointing of the Holy Spirit, may them receive it tonight. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ When the Spirit of the God comes in on ഒരു you, ഭയങ്കര ചേഞ്ച് നിന്റെ മേൽ you വരും. will see great changes in your life. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ When Spirit of the God comes in you, ജെറുസലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. in Jerusalem, in Judea and Samaria, and unto the ends of the world, you shall become testifiers of Jesus നിന്നെ Christ. കർത്താവിന്റെ സാക്ഷിയാക്കാൻ You കഴിയും. will become a testimony to Jesus ഈ Christ. അഭിഷേകത്തെ ഒതുക്കുവാൻ കഴിയുകയില്ല. No, you cannot control this ഈ anointing. അഭിഷേകം ചിലതിനെ പുറത്തു കൊണ്ടുവരാനാക്കുന്നു. Anointing will bring certain people out. Oh, let's carry on. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ. ഒരു മാറ്റം ഒരു വ്യത്യാസം ഒരു വിടുതൽ യേശു നിനക്ക് തരാൻ പോകുകയാണ്. Oh, Jesus is going to give you a great change and a deliverance tonight. Oh, we are telling you, we should go. ഹല്ലേലൂയ. നിന്റെ തലമുറയിൽ ഒരു വിടുതല്, You will see a deliverance in your നിന്റെ generation. ഹസ്ബൻഡിൽ ഒരു വിടുതല്, You will see a change in your husband. നിന്റെ ഭാര്യയിൽ ഒരു You വിടുതല്, will see a change in your wife. യെസ് നിന്റെ പേരൻസിൽ ഒരു വിടുതല് See changes in your parents. ഇന്ന് രാത്രി യേശു തരാൻ പോകുകയാണ്. Jesus is going to hand over to you tonight. ഹല്ലേലൂയ. Hallelujah. ഇന്ന് ഇവിടെ എന്തോ ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. Oh, I am seeing certain movements here tonight. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. പരിശുദ്ധാത്മാവ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ As I was praying in spirit, എന്നോടൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു. God spoke to me one thing. ഞാൻ ഈ പട്ടണത്തെ കുലുക്കും. I'm going to shake this city. യെസ് ഞാൻ ഈ പട്ടണത്തെ കുലുക്കും. I'm going to shake this city violently. ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരെയും കർത്താവ് സ്പർശിക്കും. Oh yes, irrespective of their religion, gender, and Oh. creed, God is going to touch everybody in this city. This is your time. Oh, hallelujah. ഇത് നിന്റെ സമയമാണ്. This is your appointed time. ഓ നിന്റെ സമയമാണ്. This is your time. ടൈമാണ്. Hallelujah. യെസ് വർഷങ്ങളായി കേൾക്കുന്ന ചില പ്രോഫറ്റിക്കൽ വോയിസിന്റെ പൂർത്തീകരണത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരാൻ പോകുകയാണ്. Certain prophetical voices you have been hearing in your life in the past years going to be accomplished in your life these days. ഹല്ലേലൂയ. Oh, we call it, we come in. ഹല്ലേലൂയ. റിബ ശതലരബ ശക. തുന ഹതുരബ. ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം നിങ്ങളുടെ മേൽ നടക്കാൻ പോകുന്നു. The transformation anointing is happening. ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം നിങ്ങളുടെ മേൽ നടക്കാൻ പോകുന്നു. And anointing is going to be transferred unto you tonight. അതിനെ തടയാൻ ആർക്കും പറ്റുകയില്ല. No force can stop it. ഒരു ഹെവി അനോയിന്റിംഗ്. A very heavy and ഒരു bold ഹെവി അനോയിന്റിംഗ്. Oh, we shall Oh Lord. Oh, Jesus, Jesus, Jesus. Shataraba. Rabala hadurabala basaka. Oh Jesus. ഇന്ന് രാത്രി പ്രവചിക്കട്ടെ. Oh, let some of ഈ you രാത്രി prophesy നിന്റെ tonight. വായിൽ പ്രവചിക്കട്ടെ. Let some of you prophesy tonight. പ്രവചന ശബ്ദം പുറത്തു വരട്ടെ. Let the voice of prophets come out. വർഷങ്ങളായിട്ടുള്ള ചില ദൂതുകൾ നടക്കട്ടെ. Let certain prophecies be fulfilled tonight. Sutaraba shakshikiri Suta Raba Shika Laba ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. Yes, if it is a tree, there is a hope. ഒന്നാം സങ്കീർത്തനം 3-ാം വാക്യം വായിക്കുമ്പോൾ When you read Psalms 1 and verse 3, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതോ yes, a plant has been rooted along the streams. തക്കകാലത്ത് ഫലം കായ്ക്കുന്നതുമായ ഒരു വൃക്ഷം പോലെ ഇരിക്കും. It is a tree which will bear fruits at the appropriate ആ time. തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം
Oh, a tree which bears fruit at the appropriate time. അത് ആറ്റരികത്ത് നട്ടു. It has been planted along the streams. നേരത്തെ ഒരു സ്ഥലത്തായിരുന്നു, Before it was in a different place. ഇപ്പോൾ വേറൊരു സ്ഥലത്ത് പറിച്ചു നട്ടു. Now it has been replanted in a different അവൻ place. പറിച്ചു നടുക എന്നതിന് അവൻ ഹീബ്രു ഭാഷയിൽ കാണുവാൻ കഴിയുന്നത് ഷാദാൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. There is a word called shadan has been used in connection with replanting ഷാദാൻ Hebrews. എന്ന വാക്കിന്റെ അർത്ഥം അവൻ സംരക്ഷണമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്, നിന്റെ മേൽ ഒരു നന്മയുണ്ട് എന്നുള്ളതാണ്. The meaning of the word shadan is there is responsibility, the protection and goodness upon you. എന്തിനാ ദൈവം സൗദിയിൽ ഇങ്ങോട്ട് പറിച്ചു നട്ടത്? Why God has replanted you from Saudi to here to എന്തിനാ മസ്കറ്റിൽ ഇങ്ങോട്ട് പറിച്ചു നട്ടത്? Why God has replanted you from Muscat to here? എന്തിനാ ഇന്ത്യയിൽ ഇങ്ങോട്ട് പറിച്ചു നട്ടത്? Why God has replanted you from India to here? അവൻ ദൈവമാ നിന്നെ പറിച്ചു It നട്ടത്. is God who himself has replanted you. ഇംഗ്ലണ്ടിൽ നിന്നെ ദൈവം നട്ടെങ്കിൽ, If God has planted you in England, അവൻ ട്രെൻഡിൽ ദൈവം നിന്നെ നട്ടെങ്കിൽ, if God has planted you in Stoke-on-Trent, അവൻ നട്ട ദൈവത്തിന് നിന്റെ മേൽ ഒരു ഉത്തരവാദിത്വമുണ്ട്. there is a responsibility on God who has replanted you in Stoke-on-Trent. ഓ, ഇവിടെ വരണ്ട എന്ന് നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല. You shouldn't have thought that you shouldn't have come here. നീ സ്വന്തമായിട്ട് വന്നതല്ല, It is not that you have come here, നിന്നെ പരിശുദ്ധാത്മാവ് പറിച്ചു നട്ടതാ. but the Spirit of the God has brought you here. നിന്നെ എന്തിനാ നട്ടത്? Why God has planted you നീ here? ഒരു വിശ്വാസിയാകാനാ, You have to be a believer നീ here, ഒരു പാസ്റ്ററാകാനാ, to be a pastor നീ here, ഒരു പ്രോഫറ്റ് ആകാനാ, to be a prophet here, നീ ഒരു പ്രോഫറ്റസ് ആകാനാ. to be a prophetess here. ഓ, കർത്താവ് നിന്നെ നട്ടത്. God has planted you. ഓ, എന്നെ എന്തിനാ നട്ടതെന്ന് ആരും ചോദിക്കണ്ട. Do not ask God, Lord, why you have planted me here. നിന്നെ നട്ടത് ഒരു ഉടമസ്ഥനാണ്. A owner has planted me here. ആ നട്ട ദൈവം നിന്നെ നടത്താൻ ശക്തനാണ്. The God who has planted you is capable enough to lead you ഈ ahead. കർത്താവ് നിന്നെ നിന്റെ തലമുറയെ പ്രൊട്ടക്ട് ചെയ്യും. God will protect yourself and your posterity. കർത്താവിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. There is a divine protection upon you. നിന്റെ തലമുറ നശിക്കത്തില്ല. Oh, your generation shall not perish. ഗ്രാൻഡ് ചിൽഡ്രൻ Your നശിക്കത്തില്ല. grandchildren not perish. നിന്നെ നട്ടത് ദൈവമാണ്. It is God who has planted you. നിങ്ങൾക്ക് പറിക്കുമ്പോൾ വേദനയുണ്ടല്ലേ? Oh, when you have been picked, you went through a pain. ഞാൻ ഏഴംകുളത്തൊരു വീട് വെച്ച് താമസിക്കുമ്പോഴാ ദൈവം എന്നെ പറിച്ച് പുനല്ലൂരിലേക്ക് നട്ടത്. ഏഴംകുളത്ത് Oh, as I was living in Erankulam, God has replanted me in Punalur. ഞാനൊരു പുതിയ വീട് വെച്ച് അവിടേക്ക് താമസമായി പുനല്ലൂർ. I happened to build a new house in Punalur and ഏഴംകുളം. Erankulam and started living there. നാലാമത്തെ ദിവസം ഒരു പ്രവാചകൻ എന്റെ വീട്ടിൽ വന്നു. Fourth day of my housewarming, a prophet has visited me at my ഞാൻ home. സജിനിയോട് പറഞ്ഞു, ഇപ്പൊ നിന്നോട് കൂടുതൽ മിണ്ടാൻ സമയമുണ്ട്, നല്ല കറി വെച്ച് തരും, എനിക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട്, ഡിസ്റ്റർബ് ചെയ്യാൻ ആരും അവിടെ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, നിന്നെ ഇവിടുന്ന് ഞാൻ പറിക്കാൻ പോവുകയാണ്. I was in a very friendly talk with my wife and saying that please cook delicious curries for me, and we were indulged in casual talks. At that time we were visited by a prophet of the Lord. ആ പുതിയ വീടിന്റെ മണം പോലും പോയില്ല. The scent of the new house has not faded yet. നല്ല സന്തോഷം തോന്നി. We were so delighted in that house. ആ വീട്ടിൽ ഞാൻ 21 ആണോ 40 days of fast ചെയ്തു. I was able to fast and pray in that new house for 40 days. എനിക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയി. I was able to have a very good experience there. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ ഇവിടുന്ന് ഞാൻ നിന്നെ പറിക്കാൻ The പോവുകയാണ്. Spirit of the God told me, I'm going to pluck you from here. ഇത് നിന്റെ വീടല്ല. This is not your house. ഞാൻ പറഞ്ഞു, കർത്താവേ, കഷ്ടപ്പെട്ട് പണിതതാണ്. Oh Lord, with great efforts I have built this house. ഞാൻ വെള്ളം കോരി ഒഴിച്ച വീടാണ്. I have watered it. പൈസ ഇല്ലാതെ വെച്ച വീടാണ്. I did not have finances, but yet I was able to build this. അവിടെ നിന്ന് ദൈവം എന്നെ പുനലൂർ അയച്ചു. From there, God sent me to Punalur. എനിക്കവിടെ നിൽക്കാൻ പറ്റാത്തതുപോലെ പല പ്രശ്നം ഞങ്ങൾക്ക് വന്നു. I was not able to stand amidst of certain problems, but God sent in my life. അതിന്റെ എല്ലാം നടുവിൽ ദൈവമാ നട്ടതെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. But in the midst of all such adversaries, we were able to believe that it was God who planted us. ഈ ഏഴംകാലത്തെ വീട് കിടക്കുന്നത് കൊണ്ട്
പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ കളഞ്ഞിട്ട് വരാൻ തോന്നും. അതുകൊണ്ട് ഏഴംകാലത്തെ വീട് ഞങ്ങൾ വിറ്റ് കളഞ്ഞു. When we encountered the problems in Erankulam, we sold that house to get rid of the problems and we moved up to കാരണം ദൈവം Lebanon. ഒരിടത്തുനിന്ന് പോകാൻ പറഞ്ഞാൽ ഇവിടുന്ന് പോയാലും പിന്നെ മനസ്സ് ഇങ്ങോട്ട് കിടക്കാതിരിക്കണമെങ്കിൽ ഇവിടുത്തെ എല്ലാം വിട്ട് കളയണം. Even when God says to go to a new place, for you to take a complete heart from the old place, you should be able to sell everything off. എനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നിയതെല്ലാം ഞാൻ വിട്ടു. I have abandoned or left everything what I liked most in my life. എന്നാൽ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, But now I understand that അവിടെ പോയത് കൊണ്ട് ആയിരക്കണക്കിന് പേര് ഞാൻ താമസിക്കുന്ന വീടിന്റെ പുറകിലത്തെ ആറ്റിൽ സ്നാനപ്പെടുത്താനിടയായി. oh, because I went to a new place, thousands of people were able to get baptized by me, a river behind my house. ഹല്ലേലൂയ. Hallelujah. എല്ലാരും വെള്ളത്തിനരികിൽ താമസിക്കാൻ കാശിനോ ലോൺ നടക്കാൻ ലാൻഡ് മേടിക്കാൻ എനിക്ക് വിളിച്ച് ലാൻഡ് തന്നു. Many people were chasing after places to build their house near the streams, but somebody called me and gave me that house. ഞാൻ ഒരിക്കൽ സ്നാനപ്പെടുത്തുവാൻ വേറൊരാളുടെ വസ്തുവിലൂടെ ഇറങ്ങിയ ആ നദിയിലേക്ക് പോകുന്നത്. Before I used to get through somebody else's house to baptize people. ആ വെള്ളത്തിൽ ഒരുപാട് ഉന്നതന്മാരെ സ്നാനപ്പെടുത്തി അവരെല്ലാം വെള്ളത്തിൽ നിന്ന് പുറത്തു വന്നു. In that water I was able to baptize many great people. അവരെല്ലാം ലോകമറിയുന്ന സുവിശേഷകന്മാരാ. They all became great evangelists. ഞാൻ സ്നാനപ്പെടുത്താൻ ഇറങ്ങി ഒരു മനുഷ്യൻ അവിടെ നിന്ന് വായി വരുന്നതെല്ലാം എന്നെ പറഞ്ഞു. Oh, when I got into the water to baptize a person started abusing me verbally. ഞാൻ പറഞ്ഞു, കർത്താവ്, ഇദ്ദേഹത്തിന്റെ വസ്തുവിലൂടെ ഇറങ്ങിയപ്പോൾ എന്നെ വായി വരുന്നതെല്ലാം പറഞ്ഞു, ഈ വസ്തു എന്റേതാണ്. Lord, as this person has abused me when I used his alley or plot, now I claim his plot for myself in Jesus' name. ആ വസ്തു ഇപ്പോൾ എന്റേതായി. Now that plot has become mine. നിങ്ങൾക്കുള്ള അവകാശം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. It is what belongs to you is for you. ഇന്ന് രാത്രി കർത്താവ് നിന്നെ ഒരിടത്തോട്ട് നട്ടെങ്കിൽ, If God has planted you in a certain place tonight, നീ ഭാരപ്പെടണ്ട. you don't have to weep too much. ഇംഗ്ലണ്ടിൽ നട്ടതിനെ കുറിച്ച് ഭാരമുണ്ടോ? Or you have a heavy burden that you have been planted in England? ഇംഗ്ലണ്ടിൽ നട്ടതിനെ കുറിച്ച് ഭാരമുണ്ടോ? Do you have a burden that you have been planted in England? ലണ്ടനിൽ വന്നതിനെ കുറിച്ച് ഭാരമുണ്ടോ? Do you have a burden that you have come to London? ഓ, ഈ മക്കളെ കുറിച്ച് എന്ത് ചെയ്യുമെന്നുള്ള ചിന്ത വേണ്ട. You don't have to have thoughts, what shall we do with നിന്നെ our kids? എവിടെ ദൈവം പാർപ്പിച്ചോ Where God has made you dwell, ആ സ്ഥലത്ത് ദൈവം നിന്നെ മാനിക്കും. that very place you will be honored by the അവിടെ Lord. പ്രശ്നം കാണും, There will be problems, പ്രതികൂലം കാണും, there will be adversaries, ഒന്നും നിനക്ക് അനുകൂലമായിരിക്കും. nothing shall be favorable to you, പക്ഷെ കർത്താവ് നിന്നെ നട്ടത്, but God has planted you, ആ കർത്താവ് നിന്നെ മാനിക്കും. and that very God will honor you. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. കർത്താവിന്റെ വാക്കനുസരിച്ച് എന്റെ വീട് വിറ്റപ്പോൾ അതിനെക്കാട്ടി മനോഹരമായ വീട് കർത്താവ് ഇരിക്കുന്നു. When I sold my house, obeying the word of God, God gave me a magnificent house better than the before. കർത്താവ് എനിക്കെല്ലാം നല്ലത് തന്നു. God gave me everything best. എന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിലേക്ക് വളർന്നു വന്നു. My children have grown up into a great ഞങ്ങൾ blessing. 4 പേരും കർത്താവിന്റെ വേലയിൽ ഒരുപോലെ നിൽക്കാൻ കർത്താവ് ഇടയാക്കുന്നുണ്ട്. But God helped me to hold on to God's ministry ഒരു steadfastly. വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. Yet, if it is a tree, there is a hope. ഞാൻ ഇവിടെ വന്ന് മോനിക്കയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. When I came here and saw Monica, I was very happy. ഞാൻ ആ വീട്ടിൽ പണ്ട് ചെല്ലുമ്പോൾ മോനിക്ക ഇത്രയുണ്ട്. When I used to visit that house so long back, Monica was a little എനിക്ക് child. ഇവിടെ വന്നപ്പോൾ ഇവരുടെ വീടല്ല, വേറൊന്നുമല്ല ഇഷ്ടപ്പെട്ടത്. ഇവിടുത്തെ ഒരു വേലയ്ക്ക് ചുമൽ കൊടുത്ത് വർക്ക് ചെയ്തിട്ട് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. When I saw Monica again, I did not like their house most or anything material things, but I was delighted to see that they are being used mightily as part of a ministry here. ഹല്ലേലൂയ. Hallelujah. എപ്പോഴും എന്നെ വിളിച്ചാലും ഫോൺ വെക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെന്ന് പറഞ്ഞാ വെക്കുന്നത്. Whenever they call me and disconnect the call before they say that may God bless you. കർത്താവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ബ്ലെസ്സഡ് വാക്കുകൾ നമ്മുടെ വായിൽ Only if you have a proper relationship with God, your mouth shall speak the words of blessings. നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുക്കമുള്ളവരായിരിക്കണം. We have to be steadfastly holding on to prayers. പ്രവീണിന്റെ അമ്മ ആര് പറഞ്ഞാലും കേൾക്കാത്ത ഒരു വ്യക്തിയെ.
the mother of Pravi, she doesn't listen to anybody. അവൻ ആ മാതാവിനെ പുനലൂർ ഞാൻ സ്നാനപ്പെടുത്തി. But I happened to baptize his mother in Punalur. ആ വീടിനോട് കണക്റ്റഡ് ആയി പലരെയും ഞാൻ സ്നാനപ്പെടുത്തി. I was able to baptize many in connection with that household. ഹല്ലേലൂയ. Hallelujah. വെട്ടിയെന്ന് തോന്നിയാലും കർത്താവ് അത്ഭുതം ചെയ്യും. വെട്ടിയെന്ന് തോന്നിയാലും കർത്താവ് അത്ഭുതം. Though you have been cut off, God is going to do a great miracle. ഹല്ലേലൂയ. Hallelujah. അവൻ ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശ. If it is a tree, there is a hope. ഇന്ന് രാത്രി നിങ്ങളെ എവിടാ നട്ടത്? Tonight, do you have a sense where you have been planted? അവിടെ വളരും. You will grow there. ചൂടലൊക്കെ കാണും. There will be aridness. തടസ്സം കാണും. There will be so much of obstacles. പൊങ്ങാതിരിക്കാൻ മേളിൽ വൃക്ഷം വരും. There will be huge trees above so that you may not grow properly. പലരും നിന്നെ തളർത്തുന്ന വാക്ക് പറയും. Oh, many will say words which shall put you down. പലരും നിന്നെ നിരാശപ്പെടുത്താൻ നോക്കും. Many will put you down, make you upset. ഈ വേല നടക്കാതിരിക്കാൻ പലരും എറിയും. Many will throw at you stones for that you may. പറയും. Many will say false accusations about മനസ്സ് you. മുഴുവൻ മടിപ്പിക്കും. You shall be disappointed utterly. പക്ഷേ നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അവരല്ല നിന്നെ നട്ടത്, നിന്നെ നട്ട ഒരു ഉടമസ്ഥനുണ്ട്. But you should have a great faith that it is not them who have planted you, but a God who dwells in heaven. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറ, നിന്നെ നട്ട ഒരു ഉടമസ്ഥനുണ്ട്. Shake your neighbor's hand and say, there is an owner who has planted you here. ഹല്ലേലൂയ. Hallelujah. അവനെ കൈ കൊടുക്കണ അവനെ കൊണ്ട്. Do not be reluctant to give hands to your neighbors and say this. അടുത്തിരിക്കുന്ന നിന്റെ അച്ചാച്ചനോട് പറ, ആമേൻ ആമേൻ കർത്താവ് നട്ടേന്ന് പറ. Oh, please speak to your neighbors and say that and confirm to them it is God who has planted you. നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾക്ക് ഭാരമുണ്ടോ? Do you have a burden about your children? എന്തിനു ഭാരപ്പെടുന്നു? Why you have to be burdened? നിന്നെ നട്ടത് കർത്താവാ. Oh, it is God who has planted you. ഇതിന്റെ മൂട്ടിൽ വീണത് യേശുവിന്റെ രക്തമാ. You are saying that the blood of Jesus is flowing beneath you. ഓ യേശുവിന്റെ രക്തത്തിലാ ഈ വൃക്ഷം കിളുത്തു വരുന്നത്. In the blood of Jesus, this tree is sprouting. യേശുവിന്റെ രക്തം എവിടെ വീണിട്ടുണ്ടോ അവിടെ ജീവൻ പ്രാപിച്ചിട്ടുണ്ട്. Wherever the blood of Jesus has been sprinkled, those places have obtained life. ഹല്ലേലൂയ. Hallelujah. യേശുവിന്റെ രക്തം അവ എല്ലാം കഴിഞ്ഞാലും അതിനെ ജീവിപ്പിക്കുന്നതാണ്. The blood of Jesus revives life when everything has been finished. അവൻ ഇയ്യോബിന്റെ ജീവിതത്തിൽ അവൻ എല്ലാം നഷ്ടപ്പെട്ടു. Oh, in Job's life, he has lost everything. ഇനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല. There was nothing left in order to lose more. അവന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു. He lost his finances. അവന്റെ ബിസിനസ് He നഷ്ടപ്പെട്ടു. lost his business. അവന്റെ മൃഗസമ്പത്ത് നഷ്ടപ്പെട്ടു. He lost his cattle. അവന്റെ ശരീരത്തിന്റെ സൗന്ദര്യം പോയി. He lost the beauty of his അവന്റെ body. ഭാര്യ നഷ്ടപ്പെട്ടു. He lost his wife. അവന്റെ മക്കളെല്ലാം He മരിച്ചുപോയി. lost all his children. പക്ഷേ ഇയ്യോബ് പറയുകയാണ്, But Job says that അവൻ എന്നെ വെട്ടിയാലും though he has cut me, ഓ ഞാൻ പൊട്ടി കിളിർക്കും. I shall sprout again. ഓ പിശാച് എന്ത് ചെയ്യട്ടെ, No matter what the devil does to me. ഈ പരിശുദ്ധാത്മാവാകുന്ന വെള്ളത്തിന്റെ ഗന്ധമേൽക്കുമ്പോൾ Oh, the scent of the Holy Spirit falls on me. അത് പൊട്ടി കിളിർക്കും. I shall sprout once again. ഇന്ന് രാത്രി ചിലത് പൊട്ടി കിളിർക്കാൻ Oh, പോകുന്നു. certain things are going to be sprouted tonight. ഓ ചിലത് പൊട്ടി കിളിർക്കാൻ Oh, പോകുന്നു. yes, surely things are going to sprout tonight. ഞാൻ 2 വർഷം മുമ്പ് I have 2 years back. ദുബൈയിൽ എമിറേറ്റ്സ് ക്രിസ്ത്യൻ ചർച്ച് എന്ന് പറഞ്ഞ ഒരു ചർച്ചിൽ അവരുടെ ആനുവൽ കൺവെൻഷന് വേണ്ടി പോയപ്പോൾ I happened to speak at an annual convention at a church in Dubai. ആ മീറ്റിംഗിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ As I was speaking in that meeting, പരിശുദ്ധാത്മാവ് റോഷൻ എന്നൊരു പേര് വിളിച്ചു. God revealed a name called Roshan. അവൻ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നു. A young chap stood up. പരിശുദ്ധാത്മാവ് അവനോട് ഇങ്ങനെ പറഞ്ഞു, The Spirit of the God spoke to him this നീ way. കരയണ്ട, Do not cry. നിന്റെ ജീവിതം തീർന്നു എന്ന് നിനക്ക് Do തോന്നും. not think that your life has come to an end. ഇവിടെ നിൽക്കുന്നതും തീർന്നു എന്ന് നിനക്ക് തോന്നും. You may think that your life has come to a halt. എന്നാൽ ഞാൻ നിന്റെ മെഡിക്കൽ ചെക്കപ്പിൽ ഒരു റിസൾട്ട് തരാൻ പോവുകയാണ്. I am going to give a new result in your medical checkup. അവൻ പുതിയ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. He applied for a new visa. വിസ കിട്ടി.
He got the visa. എന്നാൽ അതിനുശേഷം അവൻ മെഡിക്കൽ ചെക്കപ്പിന് ചെന്നപ്പോൾ After that, when he went for a medical checkup, അവന്റെ ബ്ലഡിൽ എന്തോ ഒരു പ്രോബ്ലം കണ്ടുപിടിച്ചു. a problem has been diagnosed in his blood. അങ്ങനെ അവൻ അവിടുന്ന് പോണമെന്ന് ഉള്ള നിലയിലായി. Then he was forced to leave that place. അവൻ എന്നോട് ഇങ്ങനെ കരഞ്ഞിട്ട് പറഞ്ഞു, He spoke to me with tears. ഞാൻ ഒരുപാട് പൈസ കൊടുത്താണ് ഇവിടെ വന്നത്. I have spent enormous amount of money to come here. എന്റെ കടമുണ്ട് എനിക്ക്. There are lots of debts. എന്റെ വീട്ടിൽ എന്റെ അപ്പനെയും അമ്മയെ നോക്കേണ്ടത് ഞാനാണ്. It is my responsibility to look after my old parents. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. He spoke to me many things. യേശു നിന്നെ ഇവിടെ നിർത്തും. I told him that Jesus is going to sustain you. നിന്റെ മെഡിക്കൽ ചെക്കപ്പിലെ ആദ്യത്തെ റിസൾട്ട് പരാജയമാണെങ്കിലും അടുത്ത റിസൾട്ട് ജയമായിരിക്കും. Though your primary result has been a great failure, your secondary result shall be a great success. ഞാൻ പ്രാർത്ഥിച്ചവനെ പറഞ്ഞു വിട്ടു. I prayed and sent him off. അത് കഴിഞ്ഞപ്പോൾ After that, അവൻ അടുത്ത ദിവസം പോയി റിസൾട്ട് എടുത്തപ്പോൾ next day when he went for another medical checkup, അവന്റെ ബ്ലഡ് ടെസ്റ്റിൽ ഒരു കുഴപ്പവുമില്ല. there was nothing being diagnosed in his blood at all. അവൻ അവിടെ തന്നെ ജോലി ചെയ്യുകയാണ്. Now you can see that he's working ഇന്ന് there. രാത്രി നിനക്ക് വേണ്ടി പലതും കർത്താവ് തിരുത്തി എഴുതും. God is going to change many things for you tonight. കർത്താവ് നിനക്ക് വേണ്ടി തിരുത്തി എഴുതും. God is going to rewrite certain things for you. എന്നെ യുകെയിൽ കൊണ്ടുവരാൻ എന്റെ വിദ്യാഭ്യാസമല്ല കാരണമാക്കുന്നത്. കർത്താവിന് പ്ലാൻ ഉണ്ടെങ്കിൽ എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തും. It is not my great education qualifications which is going to bring me here, but if God has planned, I shall definitely be here. Hallelujah. Hallelujah. ഓസ്ട്രേലിയയിലെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരാൾക്ക് ഞാൻ പോയി പ്രാർത്ഥിച്ചു. I happen to pray for a person who works at the immigration office of Australia in the topmost position. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോൾ After all the prayers, അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, നീ ഇങ്ങോട്ട് വരുന്നോ? he's asking me, are you going to come to Australia? എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, പിള്ളേരിങ്ങനെയൊക്കെ ഇരിക്കുന്നു. അത് വരണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്ന ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്. I told him that I don't have adequate qualifications to visit Australia. He retaliated and said that it is me and my department decides whether you should come to Australia. പലരും ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു കൊണ്ടുപോകാൻ വേണ്ടി, ഞങ്ങൾ അങ്ങ് മടി കാണിച്ചു. Many tried a lot to take us to Australia, but we were a bit reluctant. ആമേൻ. ക്യാൻബറയിലുള്ളവരാണ്. Those people were situated in Canberra. രാത്രി ഞാൻ പറയട്ടെ, നിനക്ക് വഴി തുറക്കാൻ കർത്താവിന് കഴിയും. I can tell you tonight that God is capable of opening new ways for you. ഒന്നുമില്ല. There is nothing impossible with Jesus. നമ്മൾ ചുമ്മാതെ പറയുകയല്ല, ഇത് കർത്താവ് ചെയ്യാൻ We are not speaking words in vain, but surely God is going to do it. ഞങ്ങളുടെ ഈ മിനിസ്ട്രിയുടെ ഏറ്റവും വലിയ വിജയത്തിന്റെ രഹസ്യം, You know the great secret of the success of our ministry? എന്റെ ഭാര്യ എപ്പോഴും പോസിറ്റീവ് കാര്യമേ പറയൂ. My wife always speaks optimistically. വലിയ പ്രശ്നം പോലെ നിന്നാലും പറയും ഒരു കുഴപ്പമില്ലെന്നോ. Even if there's a great problem mounting before us, she will say that nothing is going to happen. അങ്ങനെ ഒന്ന് കേൾക്കാൻ നോക്കിയിരിക്കാൻ ഞാൻ. And I am eagerly waiting to hear something positive from our mouth. എനിക്കറിയാം നല്ല വിടുതൽ ഉണ്ടാകുകയാണ്. I certainly understand that deliverance will happen. നമ്മുടെ ജീവിതത്തിൽ ഒരു സൗണ്ട് ഫെയ്ത്ത് ഉണ്ടാകും. We should have a sound and strong faith in our life. ആഴമേറിയ വിശ്വാസം ഉണ്ടാകും. You should have a deeply rooted faith in Jesus. വിശ്വാസം അത് ഫലമായി തീരും. That faith will produce fruits in your life. കർത്താവ് ചുമ്മാതൊന്നുമല്ല ഭാര്യയെ തന്നിരിക്കുന്നത്. God has not given you wives for no reason. നമുക്ക് തക്കതിനെയാ തന്നിരിക്കുന്നത്. God has given us the best in our life. അത് നമ്മളെ സൗണ്ട് ഫെയ്ത്തിലേക്ക് കൊണ്ടുവരുമാറാക്കുന്നു. And that will pull us into a strong faith. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. Tonight the Spirit of the God is going to do great things. ദൈവത്തിന്റെ മിറക്കിൾസ് സംഭവിക്കും. God's miracles are going to happen here. ഇന്ന് രാത്രി നിങ്ങളെ എന്തിനാ ഇവിടെ നട്ടെന്നുള്ളത് നിങ്ങൾ ആദ്യം ഓർക്കണം. But you should be strong enough to believe that the reason for God's planting here, ഇത് വളർന്ന് പന്തലിക്കാൻ പോകുകയാണ്. it is going to grow and flourish. ഇത് പടരാൻ തുടങ്ങിയാൽ ആർക്കും ഇതിനെ തടയാൻ പറ്റുകയില്ല. When it starts spreading, no force can withhold it. ഇത് പടർന്ന് പന്തലിക്കും. Yes, it will spread and flourish. ഹല്ലേലൂയ. Hallelujah. കർത്താവായ യേശുക്രിസ്തുവാകുന്ന വൃക്ഷത്തെ യഹൂദന്മാരും ന്യായശാസ്ത്രിമാരും പരീശന്മാരും വെട്ടി
പക്ഷേ ആ വൃക്ഷം മൂന്നാം ദിവസം പൊട്ടിക്കിളിർത്തു. The Pharisees and Sadducees and Jews were able to cut the tree of Jesus Christ, but on the third day it again sprouted from the dead. ഇന്ന് രാത്രി ചിലത് പൊട്ടിക്കിളിർക്കാൻ പോകുകയാണ്. Tonight few things are going to sprout from റോമ here. ഗവൺമെന്റിന്റെ മുദ്ര വെച്ചിട്ടും ആ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് ഇത് കിളിർത്ത് പുറത്തു വന്നു. Yes, it sprouted irrespective of the seal of the Roman emperor. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. യേശുവിനെ ശീലകൾ കൊണ്ട് പൊതിഞ്ഞു. He was wrapped in a linen cloth. അവൻ പരിമള തൈലം അവൻ കൊണ്ട് പൊതിഞ്ഞു. He was wrapped also with scent. ആ തൈലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കട്ടിയാകുന്ന തൈലമാണ്. What was the peculiarity of the scent, if you ask me? It will soon become very അത് thick. തേച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മിനിറ്റുകൾ കൊണ്ട് ആ ലിനൻ തുണി കട്ടിയാകും. If when that scent was applied, within few minutes the linen cloth became very thick and rigid. എന്ന് പറഞ്ഞാൽ ജീവൻ പ്രാപിച്ചാൽ പോലും ഇതിനകത്ത് ഇരുന്നു പോകും. പക്ഷെ അങ്ങനെ കണക്കുകൂട്ടിയാ ചെയ്തതെങ്കിലും ആ ശീലകളെ പൊട്ടിച്ച് കല്ലറയെ പൊട്ടിച്ച് എന്റെ യേശു പുറത്തു വന്നു. You know the meaning behind it. Even if somebody receives the life back, that person won't be able to open or break those linen cloth and come back. But even though it was done with that purpose, Jesus was yet able to come out. നിന്നെ എന്തുകൊണ്ട് ചുറ്റിയാലും ആത്മശക്തി അതിനെ പൊട്ടിച്ചു കളയും. No matter what has been wrapped and encompassed you, the power of the Holy Spirit will bring you out. ആത്മശക്തി വരുമ്പോൾ അത് പൊട്ടിത്തെറിക്കും. Hallelujah. When you receive the power of the Holy Spirit, it breaks open all the shackles. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, അത് ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. Even though this immense power is not us, but it is the favor and grace of the Lord. അത് ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നു. Oh, it has been saturated into our mortal ഓ, bodies. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ഈ മണ്ണിനകത്ത് ഏറ്റവും വിലയുള്ളത് യേശു പകർന്നിരിക്കുകയാണ്. Oh, what has been immensely expensive has been imparted into this, what has come out from soil. ഹല്ലേലൂയ. Hallelujah. കർത്താവ് നമുക്ക് വില കുറഞ്ഞതല്ല, വിലയുള്ളത് തന്ന് കർത്താവ് നമ്മെ മാനിച്ചിരിക്കുകയാണ്. Jesus has not given us something cheap, but he has given us the most expensive things to honor us. ഹല്ലേലൂയ. Hallelujah. വെട്ടിക്കളഞ്ഞ വൃക്ഷം പൊട്ടിക്കിളിർക്കും. What has been cut, the tree will sprout. ഒരിക്കൽ നയീൻ എന്ന് പറയുന്ന പട്ടണത്തിൽ ഒരു വിധവയായ സ്ത്രീ Oh, ഉണ്ടായിരുന്നു. once upon a time there was a widow in the city called അവൾ Nain. ഒരു വിധവയാണ്. She was a widow അവൾക്ക് ഒരു മകനുണ്ട്, and she had a son, അതും നഷ്ടപ്പെട്ടു. and she lost her son, ആ മകനെ അടക്കം ചെയ്യാൻ പോവുകയാണ്. and she was going to bury his only അവൾ son. ഉള്ളതെല്ലാം വെട്ടിക്കളഞ്ഞു. Oh, what she had, everything has been cut off from her life. പ്രതീക്ഷയ്ക്കും വകയില്ല. There was nothing to hope in her life. എന്നാൽ ആ സമയത്ത് യേശു അങ്ങോട്ട് നടന്നു ചെല്ലുകയാണ്. Oh, but at that very time Jesus was approaching the city. യേശു മഞ്ചത്തിൽ തൊട്ടു. God touched that burial place. മഞ്ചം ചുമക്കുന്നവർ നിന്നു. Oh, those people were calling his caffeine, stop there. യേശു ആ ബാല്യക്കാരനെ എഴുന്നേൽപ്പിച്ചു. Oh, that person was revived back to life by Jesus അവന്റെ Christ. അമ്മയ്ക്ക് ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു. Oh, that lady did not have any hope at all in her life. അവനെ അടക്കാൻ വേണ്ടിയ കാകളക്കാരനും കുഴലൂത്തുകാരനും ഒന്നും ഇങ്ങനൊന്നും സംഭവിക്കുമെന്ന് Those വിശ്വാസമില്ലായിരുന്നു. people who they were called carrying the caffeine, the trumpet holders and other people during the ceremonial services never thought that this kind of thing is going to take place. ഹല്ലേലൂയ. Hallelujah. യേശു അവിടെ അത്ഭുതം ചെയ്തു. Oh, Jesus did a great thing there. യേശു അത്ഭുതം ചെയ്തു. Jesus did a wonder there. യേശു ജയാളിയായതുകൊണ്ട് ഞാനും ജയാളിയാണ്. As Jesus is a great successor, we shall also be very successful. ഇന്ന് രാത്രി വെട്ടിക്കളഞ്ഞത് മുഴുവനും പൊട്ടിക്കിളിർക്കാൻ പോവുകയാണ്. Whatever has been cut off from our life shall be sprouted tonight. നിനക്ക് പ്രതീക്ഷയില്ലാതെ ഉപേക്ഷിക്കപ്പെട്ടത് തിരിച്ചു കിട്ടാൻ പോവുകയാണ്. What has been abandoned by you without any hope, you shall receive it back. ദൈവാത്മാവിന്റെ വിടുതലുകൾ സംഭവിക്കാൻ പോവുകയാണ്. Oh, the deliverances of the Holy Spirit is going to take place tonight. അവൻ ദൈവാത്മാവിന്റെ വിടുതൽ സംഭവിക്കാൻ പോകുന്നു. The God's deliverance is going to happen here. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. വെട്ടിക്കളഞ്ഞ വൃക്ഷം പൊട്ടിക്കിളിർക്കാൻ പോവുകയാണ്. Yes, the tree what has been cut off shall sprout once again. ഇന്ന് രാത്രി ഇവിടെ ആരെയൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. Oh, there are people who have been cut off here tonight. നിന്നെ നട്ടത്
ഇവിടെയാണ്. You have been planted here. ഇവിടെ ദൈവം വളർത്തും. You shall grow here. ആരെല്ലാം പറിക്കാൻ നോക്കിയാലും പറയത്തില്ല. No matter whoever tries to pluck you, it won't be plucked off. ആരെല്ലാം നശിപ്പിക്കാൻ നോക്കിയാലും നശിക്കത്തില്ല. No matter whoever tries to destroy you, you shall not be destroyed. എന്നാൽ ദൈവമാണ് നിന്നെ നട്ടത്. But God has planted you. കർത്താവായ യേശു ക്രിസ്തു നമ്മെ നട്ടെങ്കിൽ If Jesus Christ has planted us, അവൻ വളർത്തും. He will make us grow. അവൻ വളർത്തും. He will make us grow. ഇന്ന് രാത്രി നീ സൂക്ഷ്മതയോടെ അവനെ നോക്കിക്കൊള്ളുക. You have to look unto Him very keenly ആ tonight. കർത്താവിനെ നോക്കുക. Please look unto Him with very യേശു keenly. നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചു. Jesus has died for our sins. യേശു നമ്മുടെ രോഗത്തിനായി മരിച്ചു. He has died for our sicknesses. യേശു തന്റെ അവസാന തുള്ളി രക്തം വരെ ഊറ്റി തന്നു. He has oozed out His last drop of ഈ blood. യേശു നമ്മെ വിടുവിപ്പാൻ ശക്തനാണ്. This Jesus is great enough to ആ deliver us. യേശു ഇവിടെ വന്നിട്ടുണ്ട്. That Jesus has come in our midst ഇന്ന് tonight. രാത്രി നിന്റെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുക്കുക. Can you give your heart to Jesus tonight? നിന്റെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുക്കുന്നു. Give your heart tonight to ആ Jesus. യേശു നിന്റെ ഹൃദയത്തിലേക്ക് വരും. That Jesus will come into your നീ heart. ഏത് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ No matter what sin has you have യേശു done, ആ പാപം അവൻ തുടച്ചു മാറ്റും. God will wipe out all your sins. ഓ നിന്റെ പാപം എത്ര കടുച്ചുമപ്പായിരുന്നു No matter how strong and അത് ഹിമം പോലെ വെളുപ്പിക്കും. all your blood അത് will shall be. രക്താംബരം പോലെ ചുമപ്പായിരുന്നാലും Even if it is red, very red, it shall be made അത് as white as the snow. പഞ്ഞി പോലെ വെണ്മയുള്ളതായി മാറും. Or it will become as pure as cotton. ഇന്ന് രാത്രി നിന്നെ കുറിച്ച് ദൈവത്തിന് വലിയ പ്ലാൻ ഉണ്ട്. Tonight, God has great divine plans for your life. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ. Hallelujah. നിന്നോടൊരു വാഗ്ദത്തം ഉള്ളപ്പോൾ When you have a promise in your life, അതിനെതിരായി പല കാര്യങ്ങളും ഉയർന്നു വരാം. certain things will come arise in your life against പക്ഷേ that. നീ അവിടെ കൊണ്ട് ഭാരപ്പെടണ്ട. But you shall not burden with ഓ that. കർത്താവ് നിന്നെ വിടുവിപ്പാൻ ശക്തനാണ്. Oh, God is capable enough to deliver you. ഹല്ലേലൂയ. Hallelujah. എന്റെ സഭയിൽ എന്റെ സെക്രട്ടറി ആയിരിക്കുന്ന പയ്യന് 10 വർഷം മുമ്പ് ക്യാൻസർ രോഗം പിടിപെട്ടു. In my church, the secretary of my church has happened to caught by cancer 10 years back. അവൻ മരിച്ചു പോകുമെന്ന് എല്ലാവരും വിധി എഴുതി. Everybody has written a decree that he's going to die very soon. ആദ്യം ഒരു ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞതാണ്. Oh, lots of treatment have been done to him. വീണ്ടും രണ്ടാമത് ക്യാൻസർ പിടിപെട്ടു. And second time cancer was diagnosed in his body. ഡോക്ടർ പറഞ്ഞു ഇനി ട്രീറ്റ്മെന്റ് The ഒന്നുമില്ല. doctor said that there is no treatment left anymore. എല്ലാവരും അറിയിച്ചോളാം. Oh God, the doctor said that extend the news to അങ്ങനെ everybody. ഇരിക്കുമ്പോഴാണ് അവൻ പ്രാർത്ഥനയ്ക്ക് അവനെ കൊണ്ടുവരുന്നത്. At that situation, he was brought to prayers. എന്നാൽ കർത്താവ് വന്നവനെ സൗഖ്യമാണ്. But God healed him that day. ഇന്ന് അവൻ ആരോഗ്യത്തോടെ കർത്താവിന്റെ വേല ചെയ്യും. Oh, he is doing God's ministry with good health tonight. അവനെ വെട്ടിയതാണ്. He has been cut off. ഇനി കിളിർക്കത്തില്ലെന്ന് ചിന്തിച്ചതാണ്. Oh, he thought that he is not going to grow ഓ anymore. യേശു അവനെ തൊട്ടു. Jesus touched him. യേശു അവനെ സ്നേഹിക്കുന്നു. Jesus loved him. അവൻ എന്റെ കൂടെ പല രാജ്യത്തും പല സ്ഥലത്തും വന്നു. He has been able to visit many places, many countries with me. ഇന്ന് രാത്രി നിന്റെ മുൻപിൽ അടഞ്ഞ വഴികൾ കർത്താവ് തുറക്കും. God will open the ways which has been shut before you. നിനക്ക് വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുന്നു. Oh, God has already risen for you. ഇന്ന് രാത്രി ഈ യേശുവിന് വേണ്ടി ആര് ഹൃദയം കൊടുക്കും? Who is willing to give your heart to Jesus Christ ഇന്ന് tonight? രാത്രി ഈ യേശുവിന്റെ വാക്ക് ആരനുസരിക്കും? Who is able to obey the words of Jesus ഓ Christ? എനിക്ക് ഈ യേശുവിനെ വേണം. Oh, who wants to say that I ഓ need this ഞാൻ Jesus? ഈ യേശുവിനെ സ്നേഹിക്കുന്നു. Oh, I love this Jesus Christ. എനിക്ക് ഈ യേശുവില്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല. I cannot live a life away from Jesus. എനിക്ക് എന്റെ അപ്പനെ അമ്മയൊക്കെ വേണം, പക്ഷേ അതിലുപരി എനിക്ക് യേശുവിനെ വേണം. Oh, I need my parents, but more than that, I need Jesus in my ഈ life. യേശുവിന് വേണ്ടി ഞാൻ എന്റെ ഹൃദയം കൊടുക്കും. Oh, tonight I'm willing to give my heart to Jesus Christ. Everybody please stand up. Oh, can you all stand on your feet? ആമേൻ. നിങ്ങൾ ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കുക. Can you make a decision tonight? ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Tonight I'm going to pray for you. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം ചെയ്യും. God is going to do great wonders in your life. കർത്താവിന്റെ മഹത്വം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങും. God's glory is going to come upon you. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Can we all pray together? എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. As you all praying, യേശുവേ oh Jesus, ഇന്ന് രാത്രി oh tonight, അങ്ങ് ഞങ്ങളെ തൊടണമേ. please Lord touch us. 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 എല്ലാവരും പ്രാർത്ഥിക്കുക. Please pray together. ഇന്ന് രാത്രി കർത്താവ് നിങ്ങളുടെ രോഗം മാറ്റും. God is going to heal you tonight. ഇന്ന് രാത്രി കർത്താവ് നിന്നെ സുഖപ്പെടുത്തും. God
God is going to give you good health tonight. ഇന്ന് രാത്രി കർത്താവ് നിന്റെ രീതികൾ മാറ്റും. God is going to change your gestures tonight. കർത്താവ് നിന്റെ സിറ്റുവേഷൻ മുഴുവൻ ചേഞ്ച് ചെയ്യും. Oh, God is going to change your circumstances. കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. Oh, God is going to come up for you. ഓ റബ ശതല Oh, റബ. reketeribo shekoborobo. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. Can I tell you one thing? എന്റെ സഭയിൽ ഇതിന് താഴോട്ട് തളർന്ന ഒരു യൗവനക്കാരനുണ്ടായി. There was a person who has been paralyzed in his lower body at my church. ഞങ്ങൾ അവന്റെ വീട് വിസിറ്റ് ചെയ്യാൻ പോയി. We happened to visit his home. അവൻ എന്നും ഫിക്സ് രോഗം വരും. He was affected by epilepsy. അവനെ അങ്ങനെ ആരും നോക്കുന്നില്ല. He was not being adequately cared by anybody. ഒരു മുഷിഞ്ഞ വസ്ത്രം. He was in a very wretched clothes. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു അവനെ നമുക്ക് നമ്മുടെ ചർച്ചിൽ കൊണ്ടുപോയി നോക്കാം. My wife told me that shall we take this gentleman to our church and look after him. ഞാൻ പറഞ്ഞു ഒന്നാമത് തിരക്കാണ്, ഇനി അവനെ കൂടെ കൊണ്ടുവന്നാൽ അതിലും നമുക്ക് We ബുദ്ധിമുട്ടാണ്. are already on a busy schedule now. If we bring this young man also, it is going to be hectic. അവനെ ചർച്ചിൽ കൊണ്ടുവന്ന് ഞങ്ങൾ പാർപ്പിച്ചു. Oh, but we were able to bring that person to our church. അങ്ങനെ ഒന്ന് രണ്ട് പേരെ ഇങ്ങനെ അടിപെട്ട് കിടക്കുന്ന മൂന്നാല് പേരെ ചർച്ചിൽ കൊണ്ടുവന്നു. We were able to bring few people who were in those circumstances to our church. രാവിലെ വെളുപ്പിനെ എന്റെ വൈഫ് എഴുന്നേറ്റ് പോകും, ഇവന്മാരെ എല്ലാം തട്ടി ഉണർത്തി എഴുന്നേപ്പിച്ച് ആരാധിപ്പിച്ച് എല്ലാം അഭിഷേകം പ്രാപിച്ചു. Every morning my wife will go and tap on those fellows and they will rise up and they started praying and they received the baptism of the Holy Spirit. എന്നാൽ അവനെ സ്നാനപ്പെടുത്തുവാൻ ഞാൻ വെള്ളത്തിൽ കൊണ്ടുപോയപ്പോ As I took them to baptize in water, അവനെ മൂന്നാല് പേര് പൊക്കിയെടുത്താ കൊണ്ടുപോയി. oh, he was lifted by 4 people. അന്ന് വളരെ വെള്ളപ്പൊക്കമുള്ള സന്ദർഭം. There was a flood in our place. അവനെ വെള്ളത്തിലേക്ക് മുക്കി. We dipped him into the water. പൊക്കിയപ്പോൾ As he was put ദൈവാത്മാവ് ഒരു കാര്യം പറഞ്ഞു. the Spirit of the God told him one thing. നീ ഒരു പ്രവാചകനാണ്. You shall become a prophet. നീ ഒരു സുവിശേഷകനാണ്. You shall become an evangelist. നീ ഒരു പാസ്റ്ററാണ്. You shall become a pastor. നീ കല്യാണം കഴിക്കും. You will also marry. ഓ, ഇതാർക്കും വിശ്വസിക്കാൻ കഴിയില്ല. Nobody was able to believe this. ഇവനെ ഒരിക്കലും ഒരു പെണ്ണുവിനെ കെട്ടുകയില്ല. No women will ever marry this man കാരണം ഇങ്ങനെ ഇഴഞ്ഞു നടക്കുന്നവനാണ്. because he was crawling on his limbs. അവൻ പ്രവചിക്കാൻ തുടങ്ങി. He started prophesying. ഇപ്പോൾ അവന്റെ കയ്യിൽ 2 ഫോണായിരിക്കും. Now he holds 2 phones simultaneously in his hands. എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു മണ്ടം ഫോണാണ്. There is a broken phone, I'm holding it. അവന്റെ കയ്യിൽ ഇരിക്കുന്ന 2 ഐഫോണാണ്. Oh, he holds 2 iPhones in his hand. ഞാൻ അവനോട് ചോദിച്ചാ ഞാൻ ഇത്രയും രാജ്യത്ത് പോയിട്ട് എനിക്കൊരു പന്ന ഫോണാ, നിനക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? Oh, I asked this man, though I have visited many places, I only have a broken phone. How could you get such fabulous phones? അവനെ ദൈവം ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നു. Oh, God is using him mightily. ഒരു മാസം മുമ്പ് അവന്റെ കല്യാണമായിരുന്നു. Last month it was his wedding. BA വരെ പഠിച്ച ഒരു പെൺകുട്ടി അവനെ കല്യാണം കഴിച്ചു. Oh, a woman who has passed a bachelor's degree has നീ married. യേശുവിന്റെ വാക്ക് അനുസരിച്ചാൽ If you obey the words of Jesus, നിന്റെ ഒരു വഴിയും ബ്ലോക്ക് ആകത്തില്ല. there won't be any obstacles on your path. എല്ലാ വഴിയും കർത്താവ് തുറക്കും. Oh, all the ways shall be open before you. ഇന്ന് രാത്രി ഇതുവരെ യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ Oh, if some of you have not given your heart until tonight to ഹൃദയം God, യേശുവിന് വേണ്ടി കൊടുക്കുക. please give your heart to Jesus tonight. ഇതുവരെ യേശു ക്രിസ്തുവിനോട് ചേരുന്ന വിശ്വാസ സ്നാനം സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ യേശുവിന്റെ വാക്ക് അനുസരിക്കുക. Oh, those who have not taken the adult baptism to become one in Christ, please receive the take the decision to have the baptism. അനുസരിച്ചോ, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. If you are able to believe these words, Jesus is with you. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ അനോയിന്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. I'm going to anoint you and pray for you tonight. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകും. Oh, you will see the works of the Lord revealed in your life. കർത്താവിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കാൻ You പോകും. are going to enjoy the awesome presence of the Lord in your life. Hallelujah. Hallelujah. ഇതുവരെ ഹൃദയം കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ Oh, is there anybody who has not given to Jesus എന്റെ their heart ഹൃദയം so ഞാൻ far? യേശുവിന് വേണ്ടി കൊടുക്കും And say to the Lord that today I'm giving my life to you. എന്ന് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വലതുകരം ഉയർത്തിയാൽ ഞാൻ പ്രാർത്ഥിക്കാം. If anybody is saying to Jesus that I'm willing to give my heart to him, please raise your right hand, I shall pray for you. യേശുവേ, എന്നെ ഞാൻ സമർപ്പിക്കുന്നു. Jesus, I surrender myself. എന്റെ ഹൃദയം ഞാൻ അങ്ങേയ്ക്കായി തരുന്നു. Oh Lord, I submit and give my heart to you. ഇതുവരെ ഞാൻ വിശ്വസിച്ച് ബാപ്റ്റിസം എടുത്തിട്ടില്ല. I have not taken the other baptism so far. ഇന്ന് രാത്രി കർത്താവേ, അങ്ങയുടെ വാക്കനുസരിപ്പാൻ ഞാൻ പ്രിയപ്പെടുന്നു. Oh Lord, I am willing to obey your words tonight. നമുക്ക് ഒരുമിച്ച് വർഷിപ്പ് ചെയ്യാം. Shall we worship the Lord ഈ together? യേശുവിന്റെ വാക്കാരനുസരിക്കും. Who is willing to obey the words of Jesus? സ്നാനം യേശുവിനോട് ചേരാനാണ്. Oh, baptism is to become one in Christ. സ്നാനം ജീവിതത്തിൽ പുതുക്കമുണ്ടാകാൻ. Oh yes,
baptism is for a renewal in your life. സ്നാനം യേശു വരുമ്പോൾ അവനോട് ഒരുമിച്ച് പോകാനാ. Yes, baptism is to take along with Jesus in his glory when he's ഇന്ന് going to come. രാത്രി കർത്താവിന്റെ കരം നിങ്ങളെ തൊടുകയാണ്. Oh, tonight God's hands are touching you. കർത്താവിന്റെ കരം നിങ്ങളെ തൊടുന്നു. Lord's hands are touching you. കർത്താവിന്റെ കരം നിങ്ങളെ തൊടുന്നു. Lord's hands are touching you. നിങ്ങളുടെ ജീവിതത്തിൽ യേശു മാറ്റം വരുത്തുന്നു. God is going to rejuvenate your life. നിങ്ങൾ നല്ല മനസ്സോടെ കർത്താവ് നിങ്ങൾക്ക് തന്ന സന്ദർഭം ഉപയോഗിക്കുക. Oh, please use this wonderful occasion with a humble heart what God has given you tonight. ഈ യേശുവിന്റെ വാക്കനുസരിപ്പാൻ ആരുണ്ട്? Oh, who is there to obey the word of Jesus നിങ്ങളുടെ tonight? വലതുകരം ഉയർത്തിപ്പിടിക്കും. Can you raise your right hand? എനിക്ക് ഈ യേശുവിന്റെ വാക്കനുസരിപ്പാൻ ഉയർത്തും. Oh, I want to obey the word of Jesus. നിങ്ങൾ മടിക്കണ്ട. Oh, please do not be ഞാൻ നിങ്ങൾക്ക് reluctant. വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. We are going to pray for you. പല കരങ്ങളും ഉയർന്നു നിൽക്കുന്നു. Oh, there are many hands being raised now. നിങ്ങളുടെ ജീവിതത്തിൽ യേശു വലിയ കാര്യം ചെയ്യാൻ പോകുന്നു. Oh, God is going to great things in your life. നിങ്ങളുടെ വീടിന്റെ സിറ്റുവേഷൻ യേശു അഴിക്കാൻ പോവുകയാണ്. Going to change the circumstances of your family. നിങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നു അവിടെ യേശു അത്ഭുതം ചെയ്യാൻ. On what matters that you have been burning, God is going to change it. ആ കൈ ഉയർത്തി മുമ്പോട്ട് വന്നാൽ ഞാൻ നിങ്ങൾക്ക് കൈ വെച്ച് പ്രാർത്ഥിക്കാം. Can you come forward? Who has raised their hands, I shall pray for you. മുമ്പോട്ട് ഓടി വന്നാട്ടെ. Please come forward. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I shall pray for you. മുമ്പോട്ട് വന്നാട്ടെ. മുമ്പോട്ട് വന്നാട്ടെ. Hallelujah. ശബല കറവ. ഇനി ആരുണ്ട്? ഇന്ന് രാത്രി യേശുവിന്റെ വാക്കനുസരിപ്പാൻ എനിക്ക് ഇഷ്ടമുണ്ട്. Tonight I want to obey the word of Jesus. എനിക്ക് ഈ യേശുവിന്റെ വാക്കനുസരിക്കണം. എനിക്ക് ഈ യേശുവിന്റെ വാക്കനുസരിക്കണം. Tonight I want to obey the word of Jesus. ആരെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പോട്ട് ഓടി വരിക. Oh, if anybody else would want to come ഇന്ന് forward, രാത്രി I ഞാൻ shall pray നിങ്ങൾക്ക് for വേണ്ടി you. കൈവച്ച് പ്രാർത്ഥിക്കാം. I shall lay my hands upon your head and pray for you. എല്ലാ കരങ്ങളും ഉയരട്ടെ. Let all hands be raised unto heaven. ഓരമ ശകലമ സംധല. For a long time, you will see the accomplishment of those things in your life very soon. ഇവിടെ വരണ്ടായിരുന്നു എന്ന് വരെ ചിന്തിപ്പിക്കുന്ന വിഷയമാണ് നിങ്ങൾക്ക് വരാൻ. You have been going through certain things which were stopping you to complete. എല്ലാം കർത്താവ് മനോഹരമാണ്. But God is going to make everything beautifully. ദൈവത്തിന്റെ അത്ഭുതകരം നിങ്ങൾ കാണും. You will see the great wonders of the Lord in your life. നിങ്ങളെ ദൈവം ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. God has brought you and made you stand. ദൈവം നിങ്ങളെ ഇവിടെ പാർപ്പിച്ചതാണ്. God has made you stay here. നിങ്ങൾ ഈ മീറ്റിംഗിന് വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കി കൊണ്ടുവന്നതാണ്. God has prepared you especially for this meeting. ഇന്ന് രാത്രി നിങ്ങളുടെ സങ്കടം യേശുവായിരിക്കും. Oh, God knows the pain of your ദൈവം heart. നിങ്ങൾക്ക് വേണ്ടി വലിയ വ്യത്യാസം വരുത്തും. God is going to do great things for you. എല്ലാവരും പ്രാർത്ഥിക്കുക. Oh, shall we all pray together? ഇന്ന് രാത്രി മണ്ട വെട്ടിയതും വേരറ്റതും എല്ലാം പൊട്ടിക്കിടക്കാൻ പോവുകയാണ്. Oh, what has been cut off you shall stop once again tonight. ആ കൈകൂപ്പി നിൽക്കുന്ന ബ്രദറിനോട് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. The man who is holding his hands, the Spirit of the God is telling him, യെസ് എന്ന് തുടങ്ങുന്ന ഒരു പേര് പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. നിന്റെ ജീവിതം കർത്താവ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. God is going to change the circumstance of your life. ഇങ്ങോട്ട് വന്ന് നിന്നാണ്. നിന്റെ ജീവിതം മുഴുവൻ യേശു മാറ്റാൻ പോവുകയാണ്. God is going to transform your entire life. നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു അഭിഷേകത്തിന്റെ മാറ്റം നിങ്ങളെ വരാൻ പോവുകയാണ്. Anointing upon your life. സാജൻ അസ്താ രഹസ്യ ദീർഘപ്രമാണ God is calling out your name, Sergeant. ബ്രദറിന്റെ പേരെന്താ? സാജൻ. നിന്റെ ജീവിതം മുഴുവൻ യേശു മാറ്റാൻ പോവുകയാണ്. Your life is going to be changed by Lord Jesus. ഈ സഭയ്ക്ക് നീ ഒരു അസറ്റായി നിൽക്കണം. You are going to be an asset to this church. കർത്താവ് നിന്നെ അതിനുവേണ്ടി കൊണ്ടിരിക്കുകയാണ്. God has brought you to this church for a great purpose. തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചോ? Are you praying for a Thomas in your life? യേശു നിന്നെ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ Jesus is going to do a great miracle. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? Is there a person called Thomas? ആരാ? Thomas is my friend. അവനെ കർത്താവ് സ്പർശിക്കാൻ പോവുകയാണ്. God is going to touch Thomas. ദൈവത്തിന്റെ സ്പർശനം നീ അനുഭവിക്കും. You will experience the
As you pray from now on, വ്യക്തികൾ യേശുവിലേക്ക് വരാൻ പോകുകയാണ്. people are going to come to Jesus. നിനക്ക് പുതിയ ചില കാര്യം തരാൻ പോകുകയാണ്. God is going to give you some new gifts. നിന്റെ സകല കാര്യത്തിലും പുതിയത് കർത്താവ് നിന്നെ ധരിപ്പിക്കാൻ പോകും. All your circumstances, God is going to garment you with new things. പുതിയ പുതപ്പ് നിന്റെ മേൽ വീഴാൻ പോകും. പുതപ്പ് നിന്റെ മേൽ വീഴാൻ പോകും. Yes, new garments are going to receive from Lord. കർത്താവ് നിന്നെ മാനിക്കും. God will honor you highly. യേശുവേ, Jesus. ഈ മകനെ bless you. I love you, Daddy. Show me your glory. ദൈവത്തിന്റെ ആത്മാവ് ഒരു തീക്കസമായി നിന്നെ മാറ്റും. Thank you. A call of fire. ദൈവത്തിന്റെ വലിയ പദ്ധതികൾ നിന്റെ മുമ്പിലുണ്ട്. Oh, God's great divine purposes are for you. നിങ്ങൾ കുറച്ചു നേരം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാന്തരീക്ഷം കർത്താവ് തരാൻ പോകും. He's going to give you an atmosphere of prayer where you will together and pray fervently. ഈ തളരണ്ട, Do not be put down. ആത്മാവ് നിന്നെ പൊക്കാൻ പോകുന്നു. God is going to raise you up. യേശുവിൻ നാമത്തിൽ anoint ചെയ്യുന്നു. In Jesus' name, Lord, I anoint you. നിങ്ങളുടെ ജീവിതം മുഴുവൻ കർത്താവ് മാറ്റം. He's going to transform your life. ഇവന് ഓർഗൻ പഠിക്കും. You will learn organ. ഇവനൊരു ആത്മീക കൂട്ടായ്മയിൽ മുൻപന്തിയിലേക്ക് വരും. You will come forward in a spiritual gathering.